ഈ ലോകത്ത് മനുഷ്യൻ ത്വയ്നിൽ നിന്ന് വന്നതാണ്, മലക്ക് നൂറിൽ നിന്ന് വന്നതാണ്. എന്നിട്ട് ലോകം മുഴുവനും ചിന്തിക്കുകയും ചിന്തിച്ചാൽ ഞെട്ടുകയും ചെയ്യുന്ന ഒരു അത്ഭുതമാണ് പിന്നീട് സംഭവിച്ചത്. കളിമണ്ണ് തറവാടാക്കിയവന്റെ മുമ്പിൽ 100 തറവാടായ ആളുകൾ സുജൂദ് ചെയ്യുകയും കളിമണ്ണ് മസ്ജൂദാവുകയും ചെയ്തു. മണ്ണിൽ നിന്ന് വന്നവൻ മസ്ജൂദായി, മഖ്ദൂമായി. 100ൽ നിന്ന് വന്നവൻ സാജിദായി, ഖാദിമായി. എന്താണ് കാരണം? ആ കാരണം പരിശോധിക്കുമ്പോഴാണ് ഈ സദസ്സിന്റെ മഹത്വം വളരെ കൃത്യമായും വ്യക്തമായും ശക്തമായും ഉൾക്കൊള്ളാൻ കഴിയുക. അതിന് കാരണം കേവലമായ ഇബാദത്തല്ല, ഇബാദത്തിന്റെ കമ്മി ലോകത്തുണ്ടായിട്ട് വന്നതല്ല മനുഷ്യൻ. അങ്ങനെ ചിലപ്പോൾ ഒരു അബദ്ധധാരണ നമ്മളിൽ അറിയാതെ പിടിപെടുന്നുണ്ട്. അതിന് സഹായകമായി മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറയും ചെയ്യും. അവിടെ തന്നെ ജിന്നിനെയാണ് മുന്തിച്ചത്, ഇൻസ് പിന്നെ വന്നത്. ജിന്നുകളും മലക്കുകളും ചെയ്യുന്ന ഇബാദത്തൊന്നും തൽക്കാലം ഇൻസാകുന്ന നമുക്ക് ചെയ്യാൻ കഴിയില്ല. ആ വാക്ക് തന്നെ അതാണ് പറയുന്നത്. മനുഷ്യന് നാസ് എന്നാണ് പറയാ, നസിയ എന്നുള്ളതിന്റെ ഇസ്മു ഫായിലാണ്. യാ യുഹന്നാസ്. ബഹുമാനം പറയുന്നിടത്ത് നാസ് പറഞ്ഞില്ല. വലക്കത് കറംന ബനി ആദം. ആരാ ബനു ആദം? ആദം ആരാന്ന് ചോദിച്ചാൽ ആരാ ബനു ആദം എന്ന് മനസ്സിലാവും. വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ. അവരുടെ മക്കൾക്കേ ഇക്റാമുള്ളൂ. മനുഷ്യനെ അല്ലാഹു തആല എല്ലായിടത്തും തോണ്ടിയിട്ടാണ് പറഞ്ഞത് യാ അയ്യുഹന്നാസ്, മറന്നോനെന്ന് അതിന്റെ അർത്ഥം. ഖുർആന്റെ ഒരു പേര് ദിക്ർ എന്നാ, ഓർമ്മ എന്നാണ്. മറന്നോൻക്കൊരു ഓർമ്മ വേണല്ലോ, മറന്നോനല്ലേ ഓർമ്മ വേണ്ടത്. അവിടെ ഇൽമാണ് ഓർമ്മക്ക് വേണ്ടത്, സുജൂദല്ല. സുജൂദ് ഇവിടെയുള്ള ഷജറൊക്കെ സുജൂദല്ലേ. വന്നജ്മു വശജറു യസ്തുദാൻ. സജദാന്നല്ല, യസ്തുദാൻ മുളാരിഅ ഫീല. ഈ തെങ്ങിന്റെ സുജൂദ് നമുക്ക് ചെയ്യാൻ കഴിയില്ല, വള്ളിച്ചെടികളുടെ സുജൂദ് ചെയ്യാൻ കഴിയില്ല, ബുദ്ധിയില്ലാത്ത സൃഷ്ടി പ്രതിഭാസങ്ങളുടെ സുജൂദ് മനുഷ്യർക്ക് ദീർഘമായി ചെയ്യാൻ കഴിയില്ല. മലക്കിന്റെ സുജൂദ് ചെയ്യാൻ കഴിയില്ല, കാരണം സുജൂദിലായിട്ടുള്ള മലക്കുകളുണ്ട്. നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. എന്താണ് ആ ഭാഷയൊക്കെ? അതിന്റെ ഇടയിൽ പൊട്ടുംപൊടിയുള്ള റുക്കുവും സുജൂദും ഉള്ള നമ്മൾ വന്നിട്ട് ഇതിനെ നമ്മളെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ മനുഷ്യൻ കേൾക്കണ്ട. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ ഇല്ലാ ലിയഅരിഫൂൻ. മാരിഫത്താണ് വിഷയം. അതാണ് ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിന്റെ ചവിട്ടില് നിസ്കരിച്ചോ എന്നല്ല പറയുന്നത്, മാരിഫത്തിന്റെ ഇൻജക്ഷനാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. യുക്തിവാദികൾ പറയുന്നുണ്ട് ഇപ്പോഴും, എന്തിനാണ് പടച്ചോത്ര വല്യോനാണെങ്കിൽ എല്ലാരെ കൊണ്ടും പറയിപ്പിക്കണമെന്ന്. എന്നോടൊരു യുക്തിവാദി വിളിച്ചു ചോദിച്ചാണ്, അങ്ങനെ ഒരു പടച്ചോ വല്യോനാണെങ്കിൽ ഇത് ഇങ്ങനെ പറയിപ്പിക്കണമെന്ന്. ഞാൻ പറഞ്ഞത് വാക്സിനാണ്, കൊറോണക്കുള്ള വാക്സിനാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു മഫ്ഹൂം മുഖാലഫ് ഉണ്ട്, അന അസ്ഗർ എന്നാണത്. ലോകത്തെ ഏറ്റവും വലിയ കൊറോണ അത് പിടിപെട്ടത് ഇബ്ലീസിനാണ്. അത് ഇൽമിന്റെ കമ്മി കൊണ്ടല്ല, അദബിന്റെ അഭാവം കൊണ്ടാണ്. അവിടെയാണ് വാക്സിൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കാരണം നാസാണ് മനുഷ്യൻ, അവിടെ ദിക്ർ വേണം. അതുകൊണ്ടാണ് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ നിസ്കാരത്തിൽ കൂടുതൽ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, അല്ലാഹു അക്ബർ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ബോംബ് കിട്ടിയാൽ മതി, അതിന്റെ മര്യാദയിൽ ജീവിച്ചാൽ കിട്ടും. ചൊല്ലിയതുകൊണ്ട് മാത്രം കിട്ടിക്കൊള്ളണമെന്നില്ല, അതിന് മര്യാദയിൽ ജീവിച്ചാൽ അപ്പം കിട്ടും. കാരണം അപ്പം തരുന്നൊക്കെ അള്ളാന്റെ പണിയാണ്, നമുക്ക് സ്വന്തം എടുത്തൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനാദ്യം ഇൽമാണ്, മഅരിഫത്താണ് പ്രധാനം. അതുകൊണ്ടാണ് പരിശുദ്ധമായ വഹയിന്റെ പ്രാരംഭമുണ്ടായത്. നിസ്കരിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടല്ല, നോമ്പിന്റെ വിളംബരം കൊണ്ടല്ല, സകാത്തിന്റെ കൽപ്പന കൊണ്ടല്ല. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ. ഇഖ്റഅ വായിക്കുവാനാണ്. അവിടെ ബോർഡില്ല, അക്ഷരങ്ങളില്ല, മാസമില്ല. അന്ന് വരെ വായിക്കാത്ത ആളാണ്, അതെന്റെ ഗുഹന്റെ ഉള്ളിൽ പോയിരിക്കുവാണ്. സുബ്ഹാനല്ലാഹ്, ഗുഹന്റെ ഉള്ളിൽ പോയിരിക്കുക. ഞാൻ അങ്ങോട്ട് ഒരാൾ ചോക്കേറ്റ് വരൂല, പുസ്തകേറ്റ് വരൂല. അത് ട്യൂഷൻ സെന്റർ അല്ല, ജബലന്നൂരിലെ ഹിറാ ഗുഹയാണ്. അവിടെ വെളിച്ചം കൂടില്ല. ഈ വന്നാല് പരിചയമില്ലാത്ത ഒരാളും എന്നിട്ട് പറയാൻ ഇഖ്റ. ഞാൻ തിരിച്ചു പറയേണ്ടത് ഇവിടെ ബോർഡില്ല എന്നല്ലേ പറഞ്ഞതല്ല.
മാനവികാര് പൊതുവായിട്ടൊരു വായന സ്വഭാവക്കാരനല്ലാന്നോ, വായിക്കാൻ കഴിയില്ലാന്ന് അതിനർത്ഥമില്ല. ഒരു പൊതുവായിട്ട് വായന സ്വഭാവക്കാരനല്ലേ മാനവിശാരൻ എന്ന് പറഞ്ഞാൽ. ഞാൻ ചെറിയ പാട്ട് പാടൂലെന്നല്ല, പാട്ട് പാടാൻ കഴിയും, പക്ഷെ പാടലില്ല. വായിക്കാൻ വായന കഴിയും, അക്കാദമിക്കൽ എഡ്യൂക്കേഷനിലും കഴിയും, പക്ഷെ എന്റെ സ്വഭാവം അതല്ല, എന്റെ പൊതു സ്വഭാവം അതല്ല. സ്വഭാവം അതാണോ എന്നാലും ചോദിച്ചില്ല. ഏതില്ലാത്തതിനെയും ഉണ്ടാക്കാൻ കഴിയുന്ന റബ്ബിന്റെ നാമധേയത്തിൽ തുടങ്ങിയാൽ സംഗതി ഭംഗിയാകും. ആ വായനയാണ് ഇനി പരിശുദ്ധമായ വായിച്ചാൽ മനുഷ്യൻ പറയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുകൊണ്ടാണ് മുസാഫ് തുടങ്ങുന്നത്. ഇതൊക്കെ വലിയ ബന്ധമുണ്ടല്ലോ. ഖുർആൻ തുടങ്ങണതിന്റെ ബാ എന്നുള്ള അക്ഷരം കൊണ്ടാ. ഖുർആൻ അവസാനിപ്പിക്കുന്നതോ സീൻ കൊണ്ടാണ്. രണ്ടും കൂടി കൂട്ടിയാൽ ബസ്നാർ. ബസ് എന്നത് മദീനാണ്. ഹസ്ബീൻ അതിന്റെ അർത്ഥം. നമ്മൾ ഭക്ഷണം കേൾക്കുമ്പോൾ പറയലുണ്ടല്ലോ ബസ് എന്ന്. ബസ്സായി കൂടെ പോകണ്ടെന്നല്ലല്ലോ അതിന് മാന. ബസ് ഹസ്ബി. അപ്പോ ബസ് ഖുർആന്റെ തുടക്കം ബാ, ഒടുക്കം സീന്. ബസ് എനിക്കത് മതി, എനിക്കത് മതി. പക്ഷെ ഖുർആനിൽ ഖുർആൻ എന്താണ് പറയുന്നത്? രണ്ടാമത്തെ സൂറത്തിലാണ്. ദാലിക്കൽ കിതാബ്. ഒന്നാമത്തെ സൂറത്തിൽ പറയുന്നത് മഹാന്മാരെയാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇതില്ലെങ്കിൽ വായിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. എക്സ് മുസ്ലിമീങ്ങളിൽ ഭൂരിഭാഗവും എക്സ് മുസ്ലിമീങ്ങളായത് വായന കൂടിയിട്ടാണ്. എന്ത് പറ്റി? ലൗ കുന്നാ നസ്മഉ വ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. കത്തിക്കാളുന്ന ബീഭത്സകമായ നരകജ്വാലയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അലമ്പുകൾ, അവിശ്വാസികൾ, കരങ്കൂസുകളും തമ്മാടുകളില്ലേ, ആനകളെ പോലെ ചവിട്ടുമതിച്ച്, പുലികളെ പോലെ കടിച്ചു കയറി, പാമ്പുകളെ പോലെ വിഷമൂതി, തേളുകളെ പോലെ കുത്തിനോവിച്ചു, പെരിച്ചായികളെ പോലെ ഉറപ്പിടിച്ച് നടന്നിരുന്ന അലമ്പുകളില്ലേ, അല്ലാഹുവിനെ പരിഹസിച്ചവരില്ലേ, അവിശ്വസിച്ചവരില്ലേ, നിഷേധിച്ചവരില്ലേ, തള്ളിയവരില്ലേ, അവരൊക്കെ കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിന്റെ മുമ്പ് മലക്കുകളോട് പറയുകയാണ്, ലൗ കുന്നാ, ഞങ്ങളായിരുന്നെങ്കിൽ അതിന്റെ തഫ്സീറിൽ കാണാം, അള്ളാനെ തിരിയുന്ന ഒരു ആലിമിന്റെ മുമ്പിൽ പോയിരുന്ന് പഠിക്കാതെ വായിച്ചാൽ പഴക്കുന്ന കാണാം. റൂഹുൽ ബയാനിൽ കാണാം. വായന കൂടിയിട്ട് കാര്യമില്ല. അള്ളാനെ അറിഞ്ഞ ആൾക്കാരെ കൂടെ ഒന്ന് ഇരിക്കണം. ഇതാ അള്ളാനെ അറിഞ്ഞ ആളുകൾ തന്നെ ഇരിക്കണമൊക്കെ. നമ്മൾ ഒറ്റക്ക് വീട്ടിൽ പോയിട്ട് പുസ്തകം വായിച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് ഇഖ്റ എന്ന് പറയാം. ഇഖ്റ എന്ന് പറയണമെങ്കിൽ അവിടെ ആദ്യം പുസ്തകം വേണ്ടേ? അവിടെ പുസ്തകമില്ലല്ലോ. പുസ്തകത്തിലുള്ള കേവലം വായനല്ല പറയുന്നത്, ലോകം തന്നെ പുസ്തകമാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അതൊക്കെ തുറന്നൊന്നേ നോക്കൊന്നേ മൂടാ, ഉത്സാരം വന്നാൽ ഉറങ്ങാമോ പേടാ. ഞാൻ കുറച്ച് സംസാരിക്കൂ. ജമീൽ തങ്ങൾ പാപ്പ വരണെന്ന് പറഞ്ഞുകൊണ്ടും ബഹുമാനപ്പെട്ട സലാം വൈസ് വളവട്ടവനൊക്കെ നാടായതുകൊണ്ടും തങ്ങളെ ആ കൽപ്പന ശിരസാ വഹിക്കാൻ ഒന്ന് വരികയാണ്. കാരണം അല്ലെങ്കിൽ രാത്രി 2-3 പരിപാടി കേൾക്കണ ഇപ്പൊ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്ത് മാറ്റിയിട്ട് പരമാവധി വരവുണ്ട്, അങ്ങനത്തേനെ തങ്ങൾ വിളിക്കുള്ളൂ. അപ്പോൾ ഒന്നാണ് അവരാ ഗുരുത്വം പൊരുത്തം, ഇവിടെയുള്ള ആലിമ്യങ്ങളെ ഗുരുത്വം പൊരുത്തൊക്കെ നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. എന്റെ നേരത്തെ വെള്ളായിക്കോടായിരുന്നു വിഷയം. അവിടുത്തെ വിഷയം തന്നെ ഗുരുത്വം പൊരുത്തുമായിരുന്നു. അതിന്റെ കുഴപ്പ ഗുരുത്വം അടിസ്ഥാനം ഗുരുത്തല്ല. സ്വാഗതം പറഞ്ഞാലും അങ്ങനെ പറഞ്ഞത് ഗുരുത്വം അവിടെ പിടിച്ചു. ഞാൻ ഗുരുത്വം ഉമ്മാനേറ്റ് അധപകേട് കാണിച്ചാലും ബാപ്പാനോട് അപമര്യാദയിൽ പെരുമാറിയാലും ബാപ്പക്കേട് തട്ടുന്നല്ലോ പറയണത്, ഗുരുത്തക്കേട് തട്ടുന്ന പറഞ്ഞത്. പടച്ചോന്റെ പാഠശാലയിൽ നിന്ന് പ്രഥമവും പ്രധാനവുമായി കൈമേറിയ അധ്യാപനം, ആദ്യമായി പഠിപ്പിച്ച അധ്യാപനം പടച്ചോന് സുജൂദ് ചെയ്യണമെന്നല്ല, പടപ്പിന് സുജൂദ് ചെയ്യണമെന്ന. എല്ലാരും കൂടി തുറച്ചു നോക്കണ്ടല്ലോ എന്നെ. സൂറത്തുൽ ബഖറയാണ് ഈ പറയണത്. പടപ്പിന് സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇസ്ലാം എന്ന് പറഞ്ഞാല് അള്ളാഹ് പറഞ്ഞത് കേൾക്കണതിന്റെ പേരാ. നമ്മളെ മണ്ടി തോന്നണ ചെയ്യുന്നതിന്റെ പേരല്ല. ഇപ്പൊ സുബീസ്കാരം 2 റക്അത്ത് ഇപ്പൊ ഒരാള് പറയാം, ഇപ്പൊ ആ സമയത്ത് 4 റക്അത്ത് നിസ്കരിച്ച ബുദ്ധിമുട്ടാവുന്ന കരുതിയിട്ട് അള്ളാഹ് പറഞ്ഞായിരിക്കും. എനിക്കിപ്പോ ആ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വെച്ച് സുബിയാണ്ട് 4 റക്അത്ത് നിസ്കരിച്ച ഇസ്ലാം എന്നാണ് പുറത്തു. അതന്നെ ഇസ്ലാം തന്നെ പുറത്തു വന്ന്.
കാരണം അള്ള പറഞ്ഞ കാര്യം ചെയ്യുന്നതിന്റെ പേരാണ് ദീന്. നമ്മൾ ഇഫ്രീത്ത് പറഞ്ഞതിന്റെ പേരിൽ തുള്ളണതിന്റെ പേരല്ല. അതിന് ദീനൊന്നും ദാവത്തൊന്നും പറയില്ല, നമ്മള് പിരാന്ത് എന്ന് പറയും. അള്ളി റസൂലും പറഞ്ഞത് കേൾക്കുന്നതിന്റെ പേരാണ് ദീന്. അതാണ് തഖ്വ. ഇംതിസാലു അവാമിരില്ല വജ്തിനാബു നവാഹി. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. മുതാലിമീങ്ങൾ കുറയാണ്. ഇൽമിനെ 5 പൊസിഷൻ ഉണ്ട്. 1 ഇസ്തിമാ, 2 ഹിഫ്ള്, ഫഹ്മ്, അമല്, നസ്ർ. ഈ 5 എണ്ണം. ഇസ്തിമായിൽ തുടങ്ങിയിട്ട് നസ്റിൽ അവസാനിപ്പിക്കുന്നതിന്റെ പേരാണ് ഇൽമ്. പക്ഷെ ഇന്ന് നസ്റിലാണ് തുടങ്ങുന്നത്. പരത്താൻ എല്ലാവർക്കും മതി. സോഷ്യൽ മീഡിയയിലാണ് കയറുക, എന്നിട്ട് വിവരമില്ലാത്ത ഫത്വൊക്കെ കണ്ട് ഈ വാർത്തൊക്കെ വെച്ചിട്ട് അടിച്ചിട്ട് അങ്ങോട്ട് കുതിര കയറണ്ടേ. അതന്നെ. ഇത് എവിടെ പറയണം, എന്തിന് പറയണം, ഒന്നും മനസ്സിലാക്കാതെ സമൂഹത്തിനിടയിൽ പ്രശ്നം ഉണ്ടാക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നസ്റുമെന്നാ തുടങ്ങുന്നത്. അത് ഏറ്റവും വലിയ സൂലതമാണ്. അത് ഇബ്ലീസ് തുടങ്ങി വെച്ചതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മലക്കുകൾ അള്ളാഹിനോട് ചോദിക്കാൻ തന്നെ കാരണം ഈ കാക്കയാണ്. കാരണം അയാള് മര്യാദക്ക് ദർസ് നടത്തുന്ന സമയത്തിന് മുമ്പർക്ക് സ്വഭാവമുണ്ട്, തശ്വീഷിന്റെ സ്വഭാവമുണ്ട്. അതല്ല ഖുർആൻ അത് പറഞ്ഞിട്ടല്ല അവസാനിപ്പിക്കണേ. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. പിന്നെ മുസാഫ് മുണ്ടണില്ലല്ലോ. അവസാനം ഇറങ്ങിയ ആയത്താണല്ലോ ഒത്തക്കോ യോമൻ തുർജൗന ഫീലല്ലാഹ്. അങ്ങനെയല്ലേ മുസാഫിൽ വരുന്നത്. ഈ മുസാഫിൽ ഓരോ ആയത്ത് വെച്ചതും അള്ളാഹു നിർദ്ദേശമാണല്ലോ, റസൂലുള്ളാഹി സ്വയഷ്ടം ചെയ്തല്ലോ, അതും വഹിയാ. അപ്പൊ മുസാഫിൽ ലാസ്റ്റ് ആയത്ത് ഏത് വേണം? വസ്വാസ്. അതിനെ യുവസ്വിസു എന്ന് പറഞ്ഞത് മുളാരിയാഫിലാണ്. ആ വസ്വാസ് ലോകത്തുനിന്ന് ഒഴിഞ്ഞു പോകില്ല. അത് ആഖിറസമാനാകുമ്പോ കുറച്ച് സുനാമി ആയിട്ട് തള്ളി വരും. രക്ഷപ്പെട്ടവൻ ഭാഗ്യവാൻ. ആ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നന്നായി താമ്യം പറയും. മുത്താലിമീങ്ങൾ നിങ്ങളാണ് ഇനി ഭാവിയിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ട ആളുകൾ. ഞങ്ങളൊക്കെ ദർസ് പഠിക്കുന്ന കാലത്തെ ഫേസ് കിതാബായിരുന്നു. ഫേസ് കിതാബ് ഇപ്പൊ ഫേസ്ബുക്കാണ്. അങ്ങനെ വ്യത്യാസമുണ്ട്. പറഞ്ഞ ഈ സാഹസിൽ എന്താവെന്ന് എനിക്കറിയില്ല, തങ്ങളോട് ക്ഷമ ചോദിക്കുവാണ്. ഞാൻ ഈ സാധനം വല്ലാതെ ഉപയോഗിക്കണില്ല. അപ്പൊ താത്വിക മേഖലയിൽ അത് പറയാനുള്ള അർഹത എനിക്കുണ്ട്. ഞാൻ വല്ലാതെ ഉപയോഗിക്കില്ല. അതുകൊണ്ടാണ് എനിക്കൊരു പേപ്പറും വേണ്ട, ഒരു ഡയറിയും വേണ്ട, ഒരു മൊബൈലും വേണ്ട. ഈ നിപ്പിൽ സുബൈറെ പ്രസംഗിക്കും. ഞാൻ ഫഖ്റ് പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് മാതൃക പറഞ്ഞു. കാരണം ഈ സാധനം ഞാൻ ഉപയോഗിക്കൂല. അതുകൊണ്ട് തലയിലുള്ളത് അവിടെ ഉണ്ടാവും. ഇതെന്തായാലോ ഇത് അമിതമായിട്ട് ഉപയോഗിച്ചാൽ ഞാൻ ഇറങ്ങി എന്താ കുഴപ്പമെന്നറിയോ? ഒരാൾ മസല ചോദിച്ചാൽ ഇൽമി ഫി കിതാബി വ കിതാബി ഫി സുന്ദൂഖി വ കിതാബി ഇൽമി ഫി മൊബൈലി. അങ്ങനെ ഞാൻ പറയാം. ഞങ്ങൾ അങ്ങനെയല്ല. ഇൽമി ഫി കിതാബി, ഇൽമി ഫി മൊബൈലി വ മൊബൈലി ഫി സുന്ദൂഖി വ സുന്ദൂഖി ഫി ബൈത്തി നതീജ ഫഇൽമി ഫി ബൈത്തി. അങ്ങനെ വരിക. എന്റെ ഇൽമ മൊബൈലിലാണ്, മൊബൈല് പെട്ടിയിലാണ്, പെട്ടി എന്റെ പൊരയിലാണ്. അപ്പൊ എന്റെ ഇൽമ പൊരയിലാണ്. ഈ പോക്ക് അങ്ങട്ടാ പോവുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എല്ലാ ദർസിലെയും മുസീബത്തുണ്ട്. ഇതീ കണ്ണ് പോയാ പിന്നെ അങ്ങോട്ട് എടുക്കണില്ല. ഞാൻ ഒരു കവിത തന്നെ മുത്താലിമീങ്ങളെ കണ്ടിട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്റെ ദർസിൽ തന്നെ ഒരു കുട്ടി, ഞാൻ ഉള്ളപ്പോ അല്ലാതെ മൊബൈൽ ഉപയോഗിക്കില്ല. അപ്പൊ കുറച്ച് തടിയുള്ള അങ്ങനെ മൊബൈൽ ഉപയോഗിച്ചിട്ട് നിന്ന് കുഴങ്ങി. എന്നിട്ട് ഇരുന്ന് കുഴങ്ങി. അപ്പൊ കിടന്ന് മൊബൈൽ വിടണില്ല. അപ്പൊ ഞാൻ ആയത്ത് ഓർത്ത് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബി എന്നുള്ള ആയത്ത് ഓനെ കണ്ടപ്പോ ഓർത്തയാണ്. അപ്പൊ റൂമിൽ പോയിട്ട് ഞാൻ ഒരു കവിത ഉണ്ടാക്കി. നെറ്റ്വർക്ക് നന്നായി ലഭിച്ചാൽ പിന്നെ നോട്ടമില്ല, നടപടി എന്നോട്ടം നിന്നും ഇരുന്നും കിടന്നു നമുക്കുന്നേ ായി കലാശിക്കുന്നേ. നിന്നും ഇരുന്നും കിടന്നു നമുക്കുന്നേ ജന്മാനാശത്തിലായി കലാശിക്കുന്നേ. ബലാല മൊബൈല് മുതല്ലിമേ കലാം ലാഭിച്ചിടോ മുതല്ലിമേ. എല്ലാവർക്കും ഒരു ഉറപ്പുണ്ട്, ഇതങ്ങണ്ട് തുറന്നാ പിന്നെ എന്തു റെഡിയാണ്. ഞാന് എടുത്തു ഒമാനിൽ പോയപ്പോ അസൻ സക്കാഫി ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അലിക്കുട്ടിസാന്റെ കൂടെ ഞങ്ങളൊക്കെ 1-2 പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോഴേ അവരെ നാട്ടിലുള്ള ഷംസാദ് നിസാമി, അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു ഹിഫ്ള് കോളേജിന്റെ ആവശ്യമുണ്ട്. അത് പ്രസംഗത്തിന്റെ സാഹസിൽ വെച്ച് പിരിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ 1-2 ആളുകളെ കാണേണ്ട ആവശ്യത്തിന് എന്നെ കൊണ്ടുപോയി. നിങ്ങളൊക്കെ പേരായിട്ട് അറിയുന്ന പ്രഗത്ഭനായ ഒരു ധനാഢ്യനാണ്, കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ, അതേ ഞങ്ങളൊന്ന് കുടഞ്ഞതാണോ അല്ലെന്ന് എനിക്കറിയില്ല, പേര് ഞാൻ പറയുന്നില്ല.
അദ്ദേഹം ഈ ഞങ്ങളോട് ചോദിച്ചു, ഇപ്പോ ഈ ഖുർആൻ റിസർച്ച് സെന്റർ ഒക്കെ വേണോ, അതിന്റെ ആവശ്യമുണ്ടോ? അപ്പോ ഇവരൊക്കെ ചോദിച്ചാൽ എന്തേന്ന് വെച്ച്. അപ്പൊ അയാൾ പറഞ്ഞു, ഒരു ബട്ടൺ കണ്ട് അമർത്തിയാല് ഏത് വിഷയത്തിനും എത്രയാണോ മറുപടി വേണ്ടത് അത് കിട്ടുന്ന കാലല്ലേന്ന് വെച്ച്. അപ്പൊ ഒരാൾ ഇന്റെ കാൽമ തോണ്ടി, ആരോ ഒരാൾ തോണ്ടി. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ? ആ തോണ്ടിയതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ലേ? ആ തോണ്ടിയതിന് ഒരു അർത്ഥം ഉണ്ട്, മനസ്സിലായോ? പഠിച്ചോൻ അത് മനസ്സിലായിട്ടില്ലേ? നിങ്ങളാണ് കൈകാര്യം ചെയ്താലും അതല്ല അതിന്റെ അർത്ഥം വരിക. അപ്പൊ ഞാൻ ഏറ്റെടുത്ത്. അത് ഞാൻ ആളോട് പറഞ്ഞ ആള് ഭയങ്കര പൈസക്കാരനാണ്, നമ്മളെടുത്ത് പൈസ ഒന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ഖുർആന് ബന്ധപ്പെട്ടിട്ട് ചോദിക്കാം, അതിന് നിങ്ങൾ മറുപടി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കട ഞാൻ തുറന്നില്ല. എന്നിട്ട് ഉള്ളിൽ ഇങ്ങനെ ദ്വാരണം ചെയ്ത് എങ്ങനെങ്കിലും കിട്ടാതിരിക്കട്ടെ എന്ന്, കാരണം പൊട്ടുമല്ലോ, പറഞ്ഞ് നടപ്പിലാക്കണല്ലോ നമ്മള്. ആ നിങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ ചെയ്യാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചെന്താ അറിയോ? സൂറത്തുൽ ബഖറ, അൽ ബഖറ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം പശു എന്നാണ്. ഒരു അറിയപ്പെട്ട ഗ്രന്ഥം, അമാനുഷിക ഗ്രന്ഥം, മുത്തനബി ഏറ്റവും വലിയ മോചിതമായ ഗ്രന്ഥം, ലോകത്തിന് മുമ്പിൽ വെല്ലുവിളി നടത്തിയ ഗ്രന്ഥം. ഇതൊരു മൃഗത്തിന്റെ പേര് പറഞ്ഞിട്ടല്ല തുടങ്ങുന്നത്. ഇത് യുക്തിവാദികൾ ഇന്ന് പരിഹസിക്കുന്നുണ്ട്. അതിന് മറുപടി അറിയാം. അപ്പൊ അയാൾ ആകെ തപ്പി മറുപടി പറഞ്ഞാൽ എന്താ അറിയോ? പശു എന്താണ്? അപ്പൊ അതിന് മറുപടിയാ? എന്റെ ചോദ്യത്തിന് മറുപടി അല്ലല്ലോ. പശു എന്താണെന്ന് പറഞ്ഞാൽ അതിന് മറുപടി അല്ലല്ലോ. പശു എന്താണെന്നല്ലല്ലോ ഞാൻ ചോദിച്ചത്. ഇങ്ങനെ ഈ ഗ്രന്ഥത്തിൽ വന്നു അതിനെന്താ മറുപടി പറയാന്ന് ഞാൻ ചോദിച്ചത്. അവസാനം കുഴങ്ങിയപ്പോ ഷംസാ നിസാമി എന്തോ എന്നോട് പറഞ്ഞു, ഇനി വല്ലാതെ വേർപ്പ് ഒഴുകണേ കാണ്ട, നിങ്ങൾ തന്നെയാണ് പറഞ്ഞാളി. അപ്പൊ ഞാൻ എന്റെ ഒരു മറുപടി പറഞ്ഞു കൊടുത്ത്, അൽ ബഖറ പശു. ഇതേ മുസാഫിൽ അവസാനം എന്താണെന്നറിയോ? അന്നാസ്, അതിന്റെ അർത്ഥം മനുഷ്യൻ എന്നാണ്. കാരണം ഈ ഗ്രന്ഥം മൃഗത്തെ മനുഷ്യനാക്കുന്ന ഗ്രന്ഥമാണ്. അത് ആക്കിയോ ഇല്ലേ? അത് അന്നത്തെ കാലത്തേക്ക് നോക്കിയാൽ മതി, അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. മൃഗങ്ങളെ നാണിപ്പിക്കുന്ന തോന്നിവാസത്തിന്റെ പുഴയിൽ മുങ്ങിക്കുളിച്ചിരുന്ന മണ്ണ്, പെണ്ണ്, പൊന്ന്, കള്ള് എന്നത് ജീവിതമുദ്രയാക്കിയിരുന്ന പാതിരാവിൽ ഗ്രാമങ്ങളെ പോയി കൊള്ളയടിച്ചിരുന്ന റൗഡി സംഘത്തിന്റെ പേര് കേൾക്കുമ്പോഴാ ഇന്ന് നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലുന്നത്. أيدتنا بقوم قادة وسادة هاجروا وجاهدوا نصروا للملة هؤلاء القوم صحب الهاشمي المصطفى عنهم دوما رضاء الله رب العزة لا إله إلا الله. ഒന്ന് ചൊടിയില് ഇതാണല്ലോ ബോംബ് കിട്ടാനുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 12 അക്ഷരം ആകെ കണക്കൂട്ടിയാൽ 12 അക്ഷരം. മുഹമ്മദ് റസൂലും 12 അക്ഷരമാണ്. അബൂബക്കർ സിദ്ദീഖും 12 അക്ഷരമാണ്. ഈ മാസം വിട വാങ്ങിയ മഹാനാണ് അവർ. അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബും 12 അക്ഷരമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനും 12 അക്ഷരമാണ്. അലി ഇബ്നു അബീ ത്വാലിബും 12 അക്ഷരമാണ്. ഈ 12 എന്താ? ഒരു കൊല്ലത്തെ മാസങ്ങളുടെ എണ്ണം 12ആണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ രണ്ടും കൂടി കൂട്ടി 24 അക്ഷരമാണ്. ഒരു ദിവസത്തെ മണിക്കൂറുകൾ എണ്ണം 24ആണ്. ലാ തഖൂമു സഅ ഹത്താ ലാ യുഖാല ഫിൽ അർളി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഈ 24 മണിക്കൂറിനെ സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങി സൂര്യൻ ചലിച്ച് ഉണ്ടാക്കുന്ന ഇന്ധനം ഫഅലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ മുതഅല്ലിമീങ്ങളെ സഹായിക്കുന്നവരുണ്ട്, സേവിക്കുന്നവരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്, സന്തോഷിപ്പിക്കുന്നവരുണ്ട്. അവരുടെ സ്ഥാപനത്തിന്റെ ആളുകളുണ്ട്, ഇൽമിന്റെ വക്താക്കളുണ്ട്, പ്രയോക്താക്കളുണ്ട്, ദീനിന്റെ സ്നേഹിതന്മാരുണ്ട്, പ്രവാചക പ്രേമികളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ഈ മുതഅല്ലിമിന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, ഈ സദസ്സിൽ ഈ സമയം വരെ ബദ്ധശ്രദ്ധരായി സാഹൂതം ക്ഷമിച്ചിരുന്ന പ്രിയപ്പെട്ട ബഹുമാനരായ ശ്രോതാക്കളെ, ആരാരുമില്ലാത്ത 6 അടിയുടെ അടിയിലേക്ക് 6 കട്ടിലുള്ള തട്ടിലിൽ കയറിയിട്ട് ലാസ്റ്റ് ശ്വാസം ഈ ഭൂമിയിൽ ഇട്ടേച്ചുകൊണ്ട് മൂക്കിലൽപ്പം പഞ്ഞുമായി 3 കഷ്ണം തുണിയിൽ പൊതിയപ്പെട്ട് ആണുങ്ങളായ നമ്മളോ ഒരു 5 കഷ്ണം തുണിയിൽ 2 കഷ്ണം തുണിയില് ഒരു അരയുടുപ്പിലും ഒരു നിസ്കാര കുപ്പായത്തിലും മുഖമക്കനയിലുമായി പെണ്ണുങ്ങളും നാട്ടുകാരും ആരാരുമില്ലാത്ത ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട് കണ്ടാൽ ഭീകരമായ മണ്ണറയിലേക്ക് ഇന്നല്ലെങ്കിൽ താഴ്ത്തി വെക്കുമ്പോ
يتبع الميت اثنان يتبع الميت ثلاث يرجع اثنان ويبقى الواحد نبينا محمد مصطفى النبي صلوا عليه صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه الله 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഈ മനോഹരമായ സ്വർഗീയ ഭൂമികയിൽ നിന്ന് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രാരംഭവും അവലംബവും ആരംഭവും പ്രകാശപ്രളയമായ വിശ്വമാന വിഘാതയുടെ വിമോചന ഗീതമായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ പവിത്ര ഹളറത്തിലേക്ക് ഈ സദസ്സിൽ നിന്ന് പിരിയുന്ന സമയത്ത് സദസ്സിന്റെ ഗിഫ്റ്റായി സമർപ്പിക്കാൻ അടഞ്ഞു കിടക്കുന്ന ഇഷ്കിന്റെ വാതായനങ്ങള് സലാത്തിന്റെ മിഫ്താഹ് കൊണ്ടൊന്ന് തുറക്കാൻ പ്രാർത്ഥനയോടെ പിരിയാൻ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന സദസ്സിനോട് ആദരവോടെ ഈ മുത്തല്ലിം ആവശ്യപ്പെടുകയാ, ഒരു 3 സ്വലാത്ത് ചൊല്ലുമോ? ആദികളോട് വ്യാധികളോട് പരാതികളോട് പ്രതിസന്ധികളോട് പരീക്ഷണങ്ങളോട് പരാജയങ്ങളോട് പാരപ്പോരുകളോട് രോഗങ്ങളോട് ദുരിതങ്ങളോട് പ്രളയങ്ങളോട് ശത്രുക്കളോട് കണക്കടിയിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. 86,400 സെക്കൻഡ് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ റബ്ബ് എനിക്ക് നൽകിയിട്ടുണ്ട്, എന്നെ കേട്ടവർക്ക് നൽകിയിട്ടുണ്ട്. ഒരു ദിവസം 24 മണിക്കൂർ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് അള്ള നൽകുന്ന അന്നം വ്യത്യാസമാ, വെള്ളം വ്യത്യാസമാ, സമ്പത്ത് വ്യത്യാസമാ, സന്താനങ്ങൾ വ്യത്യാസമാ, വേഷവിധാനം വ്യത്യാസമാ, ആരോഗ്യം വ്യത്യാസമാ. പക്ഷേ ഒരു ദിവസം കാണ്ടും ഭൂമിയിൽ ജീവിച്ച എല്ലാ മനുഷ്യന്മാർക്ക് പക്ഷിപക്ഷ വർഗവർണ്ണ ദേശഭാഷാ ഭേദമന്യ പടച്ചവൻ നൽകുന്ന ഒരേ നിയമത്തിൽ അളവിൽ വ്യത്യാസമില്ല. അത് സമയമാണ്. ഈ സമയം ഒരു ദിവസം 86,400 സെക്കൻഡ് പടച്ചവൻ നമുക്ക് നൽകുന്നത്. ഈ 86,400 സെക്കൻഡ് കൊണ്ടാ ചിലർ സ്വർഗത്തിലെത്തുന്നത്. ഈ 86,400 സെക്കൻഡ് കൊണ്ടാ ചിലർ നരകം വാങ്ങുന്നത്. അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും വ്യത്യാസമില്ല. ഈ 86,400 സെക്കൻഡ് തന്നത് പ്രധാനമന്ത്രിയല്ല, മുഖ്യമന്ത്രിയല്ല, നമുക്ക് ബഹുമാനമുള്ള ആരുമല്ല. ഈ 86,400 സെക്കൻഡ് നമുക്ക് നൽകുന്നത് റബ്ബാണ്. ആ 86,400 സെക്കൻഡില് എന്റെ കിഡ്നിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാര്യയല്ല, ഈ കസേരയിൽ ഇരിക്കുന്ന നിങ്ങളില്ലേ, ഇവിടെ എണീറ്റ് നിന്ന് പ്രസംഗിക്കുന്ന ഈ മുതഅല്ലിമില്ലേ. ഇപ്പോൾ ഭാര്യയുടെ സഹായം നമുക്കില്ല, ഉമ്മാന്റെ സഹായം നമുക്കില്ല, പാപ്പാന്റെ സഹായം നമുക്കില്ല. നമ്മുടെ കിഡ്നി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാ, നമ്മുടെ ഹാർട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാ. പുറത്തേക്കെടുത്ത് നീട്ടിയാൽ 1,00,000 കിലോമീറ്ററോളം നീളുന്ന നരമ്പുകളിലൂടെ ബ്ലഡ് സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാ. ഇതിൽ ഭരണാധികാരികൾക്ക് പങ്കില്ല, നാട്ടുകാർക്ക് വീട്ടുകാർക്ക് കൂട്ടുകാർക്ക് പങ്കില്ല. അത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബിനെ മറന്ന എന്റെ നാവിലൂടെ നടക്കുന്ന എന്താണ്? ഇതൊരു പ്രസംഗമല്ലോ. ഈ നാവിലൂടെ എവിടെയോ വായിച്ചത് കണ്ടത് വസ്തുത ആശയങ്ങളാകുന്നു, ആശ ഭാഷയാകുന്നു, ഭാഷ പദങ്ങളാകുന്നു. പദങ്ങൾ നാവിന്റെ തുമ്പിൽ വരുന്ന നാവിന്റെ തുമ്പിന്ന് അത് ക്രമേണ പുറത്തു വരുന്നു. ക്രമം തെറ്റിയ ഞങ്ങൾ ഒരു മരുന്ന് മാറി കുടിച്ചു.
നിഅമത്തല്ലാഹി ഏകവചനാണ്. നിഅമല്ലാഹി എന്ന് പറഞ്ഞില്ല, നിഅമത്തല്ലാഹി. അതിന് നിഅമത്തൊക്കെ കൂടി കണക്കൂട്ടാൻ കഴിയില്ല. ഒരു നിഅമത്ത് എടുക്കുക, അതാണ് ഇപ്പൊ എടുത്തത്. അതിന്റെ ആഴവും പരപ്പും കണക്കൂട്ടിയാൽ ബ്രെയിന് പൊട്ടിപ്പോകുന്ന പറയുന്നു. തഫ്സീർ ആരിഫ്യങ്ങൾ നോക്കിയാൽ കാണാം. വൈൻ തഅദ്ദു നിഅമത്തല്ലാഹി എന്ന് പറഞ്ഞാൽ നിഅമത്തല്ലാഹി അത് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂല. നിഅമത്തുല്ലാഹി എന്ന് പറഞ്ഞാൽ മുത്തലക്കൻ പറഞ്ഞാൽ ഒരേ വ്യക്തി മുഹമ്മദ് മുസ്തഫ. ആ മുഹമ്മദ് മുസ്തഫാന്റെ ആഴം അളക്കാൻ ശ്രമിച്ചാൽ ബലഗൽ മുദ്ദഹു ഫീ സാഫിഹി ഫമാ ബലഗ ബാലിഗും മിശറമാ തിബിമാ ഫിൽ ബാലിബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹ് നമ്മളോട് പറഞ്ഞ കാര്യമാണ് സ്വീകരിക്കുക. തെറ്റ് ചെയ്ത ആൾക്കാര് തെറ്റ് കുറെ ചെയ്തിട്ടുണ്ടാവും. അത് ഞാനും നിങ്ങളല്ലേ. നിങ്ങൾ എവിടേക്കെത്തിയാൽ മതി? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. റഹ്മത്തുള്ളയിലെത്തിയാൽ ആരാ അത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. തെറ്റുങ്ങൾ ചെയ്തത് വിട്ടാളി. നിങ്ങൾ ഒരു സ്ഥലത്ത് കാണി ചാരിയ മതി. വലു അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. വസ്തഗ്ഫർത ലഹും എന്ന് പറഞ്ഞാൽ മതി. പിന്നെ അല്ല, വലു അന്നഹും അല്ലലമു വലു അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക എന്ന് പറഞ്ഞാൽ പിന്നെ വസ്തഗ്ഫർത എന്നാ പറയേണ്ടത്. ആ ഭാഷ ഒഴുക്ക് അങ്ങനെയാണ്. പക്ഷെ വസ്തഗ്ഫറ ലഹും അർ-റസൂൽ, അവര് വരുന്നത് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാന്റെ അടുത്തേക്കല്ല, അർ-റസൂലിന്റെ അടുത്തേക്കാണ്. അവിടെ എത്തിയാൽ പിന്നെ നിരാശ വേണ്ട. അതുകൊണ്ട് മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ, ദുരിതമായി ഞാൻ പ്രസംഗിക്കുന്നില്ല. ഇന്ന് യുക്തിവാദികൾ മുഴുവനും പിടികൂടുന്നത് അല്ലാഹനെയല്ല റസൂലുള്ളാഹിനെയാണ്. യുക്തിവാദികളുടെ സ്ഥാപനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനായ ജബ്ബാർ മാഷിയുടെ അടുത്ത് അറിയാതെ സമ്മതിച്ചു പോയി ഞാൻ നിരല്ലാഹിവാദിയാൻ, നിരീശ്വരവാദിയല്ല. ലോകത്തിന് ഒരു സൃഷ്ടാവ് ശക്തി ഉണ്ടോ ഇല്ലേ? അത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഉണ്ടെങ്കിൽ അത് അല്ലല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരു മനുഷ്യൻ ചെന്ന് വിടുന്ന കുഴിയോക്കാണ് ഈ വയസ്സുകാലത്ത്. ഇതൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരുടെ ഇടയിൽ റീമാർക്കല്ലേ ആയാതി വർത്താനൊക്കെ. പാന്റ് ഇട്ടിട്ട് താടി വെച്ച് കുലിക്കാൽ സംഗതി തീരൂലല്ലോ. പറഞ്ഞതിന് പൊട്ടത്തരം മനസ്സിലാക്കണ്ടേ. ഞാൻ നിരല്ലാഹിവാദിയാണ്, ഈശ്വരവാദിയല്ല. ഒരു മനുഷ്യന്റെ അടുത്ത് പച്ച ഭാഷയിൽ നട്ടുച്ചക്ക് ഒച്ചയിൽ പറഞ്ഞൊരു വർത്താനാണ്. ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഇയാളെ ബാക്കിലുണ്ടല്ലോ മനുഷ്യന്മാര് പറഞ്ഞു. പക്ഷെ അവരൊക്കെ പിടികൂടുന്ന ആരാണ്? നിങ്ങള് മുഹമ്മദ് മുസ്തഫ. 6-ാം വയസ്സ് അവിടെ കണ്ടു. ഇവിടെ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത്. ആ 9 ആളെ ഒപ്പം വെച്ച് നിങ്ങളോട് 4 ആളെ കെട്ടാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ ബാക്കിലൊക്കെ കുറെ മുസ്ലിം ചെറുപ്പക്കാരും. കാരണം എന്താ? ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ. ഡോക്ടർ ആരിഫ് ഹുസൈൻ അദ്ദേഹം നല്ല വായിച്ചിരുന്ന ആളാണ്. പക്ഷെ ഒരു മുർഷിദിന്റെ സഹായം തേടിയില്ല. പള്ളി ദർസിൽ മര്യാദ ഓതി പഠിച്ചൊരു കിതാബ് മനസ്സിലായ ആളോട് പോയി ചോദിച്ചില്ല. അവിടെ സലാം പൈസ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വന്നാൽ മതിയായിരുന്നു. വേറെ ഒരുപാട് ആലിമ്യങ്ങളുണ്ട്, അവരുടെ അടുത്തൊന്ന് വന്നാൽ മതിയായിരുന്നു. നാം മറുകണ്ഠം ചാടൂല. പക്ഷെ വായിച്ചങ്ങോട്ട് പഠിച്ച്. അതാണ് നാളെ നരകത്തിന്റെ വക്കിലിച്ചത് പറഞ്ഞത്. ലൗ കുന്നാ നസ്മഉ, നഖറൗന്നല്ല, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ ഫഅതറഫു ബിദംബിഹിം. സുബ്ഹാന, ഖുർആന്റെ ഒരു കടുപ്പുള്ള ഭാഷ നോക്കുമ്പോൾ ഇവിടെ ചില ആള് പറയും ഖദറുകളായിനെ പരിഹസിക്കും. ഞങ്ങൾ എങ്ങനെയാണ് വിചാരിക്കാതിരിക്കുക? അള്ളാന്റെ രേഖപ്പെടുത്തലല്ലേ. ഞങ്ങൾ എങ്ങനെയാണ് ചാടിപ്പോവാതിരിക്കുക? റബ്ബിന്റെ ഖലാ അല്ലേ. ഞങ്ങൾ എങ്ങനെയാണ് യുക്തിവാദികളാവാതിരിക്കുക? നിങ്ങളെ വിശ്വാസത്തിന്റെ 6-ാം നമ്പർ തന്നെ ഖൈറും ശർറും റബ്ബ് തീരുമാനിച്ചതല്ലേ. ചെറുപ്പക്കാരൻ ഗൾഫുകാരൻ എന്റെ അടുത്ത് വന്നിട്ട് പ്രധാനമായിട്ട് ഒരു കാര്യം ചോദിച്ചു. കിടന്നിട്ട് ഉറക്കം കിട്ടണില്ല. ഞാൻ ലിയാക്കത്തിന്റെ ഒരു പ്രസംഗം കേട്ടതാണ്. എന്തേന്ന് ചോദിച്ചു. അല്ല, ഹൈറും ഷെറും ഒക്കെ ഇപ്പൊ അള്ളാന്റെ ആവുമ്പോ ഇപ്പൊ നമ്മള് പള്ളിയൊക്കെ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പുരയിൽ ഇരുന്നാ പോരേന്ന് വെച്ചു. ഞാൻ ചോദിച്ചു ഗൾഫിൽ എവിടെയെന്ന് വെച്ചു. അബുദാബിയിലാണ്. ഞാൻ പറഞ്ഞു അന്നും വെള്ളമൊക്കെ കതിർകലാകപ്പെട്ട തന്നെയാണ്. എനിക്ക് കിട്ടാൻ അന്നും വെള്ളം ഉണ്ടല്ലോ, അതും റബ്ബ് കണക്കാക്കിയതാണ്. അപ്പൊ ഞാൻ അബുദാബിക്ക് പോവാതെ പുരയിൽ ഇരുന്നാ മതിയോന്ന് വെച്ച്. അല്ല എന്തൊക്കെ കണക്കാക്കിയെന്ന് നോക്കണമെങ്കിൽ ഒന്ന് പണിയെടുത്ത് നോക്കണ്ടേ? കണക്കെന്താ നമുക്കറിയില്ലല്ലോ. റബ്ബിന്റെ കല എന്താണ് റബ്ബിന്റെ തീരുമാനം നമുക്ക് അറിയില്ലല്ലോ. ആ രഹസ്യം നമുക്ക് വിട്ടുതന്നിട്ടില്ലല്ലോ. അള്ളാഹ്ക്ക് അറിയല്ലോ. അതാണല്ലോ ഗഫാർ എന്നുള്ളതിന്റെ അർത്ഥം. ഗഫൂർ ഗഫാർ എന്ന് പറഞ്ഞാൽ ദോഷം പുറത്തു കൊടുക്കാന്നല്ല. അല്ല, അതതിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ ഡെഫിനിഷൻ അതല്ല. പിന്നെ കബീഹിനെ ഉള്ളിലാക്കിയിട്ട് ജമീലിനെ പുറത്താക്കുക എന്നതിന്റെ അർത്ഥം.
അതാണ് ഗഫാർ. ഖബീഹിനെ ഉള്ളിലാക്കുക, ജമീലിനെ പുറത്താക്കുക. അതല്ല എല്ലായിടത്തും ചെയ്തു. നിങ്ങൾ നോക്കൂ, എന്റെ ശരീരത്തിൽ ഖബീഹായ കുറെ അവയവങ്ങളുണ്ട്. പുറത്ത് കണ്ടാൽ നിങ്ങൾ മൂക്ക് പൊത്തിയിട്ട് ഓടുന്ന അവയവങ്ങൾ എന്റെ അടുത്തുണ്ട്. കുടല്, പെട്ടി. ഇന്നങ്ങോട്ട് നോക്കണ്ട, നിങ്ങൾ അതിനേക്കാളും കട്ടപ്പോകണേക്കാൾ. അല്ല, എല്ലാവരും കൂടി തന്നെയെന്ന് വെച്ച് ഇങ്ങനെ നോക്കുക. നിങ്ങളതും നമ്മളതൊക്കെ ഒരുപോലെയാണ് വിഷയത്തിൽ. ഇതൊക്കെ പുറത്തിറങ്ങിയാൽ നമ്മൾ സാധാരണ ഭാര്യമാരോട് ഒരു ഇതിന്റെ കരലാണ്, ആ കരലൊന്നാണ് പുറത്തിറങ്ങിയൊക്കെ ഒപ്പം കൊടുക്കോ? അല്ല, ഈ ശരിക്കുള്ള കരൾ തന്നെ ഒന്ന് പുറത്തിറങ്ങിയ ബെഡ്റൂമിൽ ഒപ്പം കൊടുക്കില്ലേ, നീ ചോടും. ഈ കരളുണ്ടല്ലോ ഉള്ളിക്ക് പിടിച്ചു വലിച്ചു, കുടലുണ്ടല്ലോ ഉള്ളിക്ക് പിടിച്ചു വലിച്ചു, പെട്ടി ഉള്ളിക്ക് പിടിച്ചു വലിച്ചു, കാണാൻ മോശമുള്ളതും ജനങ്ങൾ ഒപ്പിരിക്കാത്തതൊക്കെ ഉള്ളിക്ക് വലിച്ചു. ഇതാണ് ഗഫാർ. കാണാൻ രസമുള്ള മൂക്ക് പുറത്താക്കി, കണ്ണ് പുറത്താക്കി, കൈ പുറത്താക്കി, പിന്നെ അത്ര ഗുണമില്ലാത്തത് മറക്കാനും വേണ്ടി കൽപ്പിച്ചു. ഇതാണ് ഗഫാർ. ഇത് അല്ലാഹു തആല നമ്മളെ ശരീരത്തിൽ ചെയ്ത് കാണിച്ചു. ഇനി നമ്മളെ പ്രവർത്തനങ്ങളിലോ ഒപ്പം നോക്കോ. നിങ്ങൾ എന്നെ ശരിക്കും ശ്രദ്ധിച്ചിങ്ങനെ കേൾക്കുന്നത് എന്റെ ജീവിതത്തിൽ വന്ന ഏർപ്പത്തരം അറിയാത്തോണ്ടല്ലേ? അല്ലേ? എന്തെങ്കിലും ഉണ്ടാത്തത്? അപ്പൊ നിങ്ങളതോ? ഞാൻ ഇപ്പം എന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കണേ, നിങ്ങൾ ചെയ്ത ഏർപ്പത്തരം ഞാൻ അറിയാത്തോണ്ടല്ലേ? എന്താ അള്ളാഹ്ക്ക് അറിയില്ല? എന്താ അള്ളാഹ്ക്ക് പുറത്താക്കാൻ കഴിയില്ലേ? അവിടെയും ഖബീഹിന് അള്ളാഹു തആല മറച്ചു തന്നു. പിന്നെ ഞാൻ ചെയ്യണ നല്ല കാര്യങ്ങൾ, വാള്, പാട്ട്, പ്രസംഗം, ഞാൻ ഹജ്ജിനോ ഹജ്ജ്, ഉംറ, ഇതൊക്കെ പുറത്തുവാക്കി തന്നു. അള്ളാഹിന്റെ ഒരു റഹ്മത്ത് നോക്കാൻ നിങ്ങൾ. ഇനി ഈ ഇരിക്കണ നമ്മളെല്ലാരും എവിടെ നമുക്കറിയില്ല, അള്ളാഹ്ക്കറിയാം. നമ്മൾ അഹ്ലു ബൈത്ത്പ്പെട്ട ആളുകളൊന്നുമല്ല തങ്ങൾ ബാപ്പ ഉള്ളത്. മറ്റുള്ളവരെ കഥക്കെ കട്ട പോകുകയാണ്. അവര് പിന്നെ നേരെ വല്യപ്പാന്റെ കൂടാണ്ട് പോകും. അവരെ കൂടെ കൈ പിടിച്ചാൽ നമുക്ക് കൊണ്ട് എത്താൻ പറ്റും. കാരണം അവര് വല്ലുഹ വല്ലയിലി പെട്ട ആളുകളാണ്. വല്ലുഹ മുത്തുനബിന്റെ ആൺകുട്ടികൾ തന്നെയാണ് സത്യം, വല്ലയിലി പെൺകുട്ടികൾ തന്നെയാണ് സത്യം. ഖുർആൻ സത്യം ചെയ്തവരാ. മറജൽ ബഹറൈനി യൽതഖിയാൻ, രണ്ട് ബഹർ. ഇമാം ഇസ്മായിൽ അഖി റഹ്മത്തുള്ളാഹി റൂഹുൽ ബയാനിൽ പറഞ്ഞു, തഹ്ഖീഖുള്ള മഹാന്മാർ തഫ്സീർ ചെയ്തത് ഒരു ബഹർ ഫാത്തിമ ബി, മറ്റൊരു ബഹർ അലിയാരാണ്. യഖ്റുജു മിൻഹുമാ അൽ-ലൂലു വൽ മർജാൻ. ആ രണ്ടാളിൽ നിന്ന് ലൂലുവും മർജാനും വരാൻ പോകുന്നുണ്ടെന്നാ അതായിരിക്കണേ. നമ്മളെ കുറിച്ച് ലൂലു മർജാനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരെ കാര്യം ആണ് സലാമത്താവും. നമ്മൾ അവരെ പിടിച്ചാൽ നമ്മളും സലാമത്താവും. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. മുത്തുനബിന്റെ ഫാത്തിമാന്റെ ഇടയിൽ ഒരു ബർസഖ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഉപ്പുള്ള ആണ്ടും കയറൂല, അവിടുത്തെ ഉപ്പുള്ള കണ്ട് കയറൂല. നടുവിൽ ബർസഖ് ഉണ്ട്. ആ ബർസഖാണ് മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫറദുൻ അലൽ ഉമമി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ. ഞാൻ നിർത്തുകാനെ, എനിക്കും ഇത്തിരി തിരക്കുണ്ട്. സുബീക്ക് വേറെ പ്രോഗ്രാം ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ അതിൽ സറാവി 8 നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടാവും, നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും. ഈ നിസ്കാരമൊക്കെ വേണോന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും കൂടി ഒരു ക്ലാസ് സുബീക്കുണ്ട്. അതിന് എങ്ങനെയെങ്കിലും ഓടിയെത്തും. കാരണം ആ ക്ലാസ് കൊണ്ട് നേട്ടമുണ്ട്. 8 നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ 20 മക്കായി കുറെ. അപ്പൊ ഇങ്ങനെ വളച്ചു പിടിച്ചു. ഞാൻ എവിടെയാണെങ്കിലും അതിനെത്തും. അതുകൊണ്ട് വല്ലാതെ രാത്രി നീട്ടിപ്പോയല്ലേ. കൂടി വന്നാൽ 2 മണിക്കൂർ 2.5 മണിക്കൂർ. ഇപ്പൊ രണ്ടോടത്തും കൂടി തങ്ങൾ ഇടപെട്ടുകൊണ്ട് വരേണ്ടി വന്നു. എന്നാലും പോവാണ്. പിന്നെ നിങ്ങൾ നേരത്തെ ഇരിക്കാൻ തുടങ്ങിയവരാണ്. ഞാനൊന്നും നിർത്തി കിട്ടിയ തരക്കടിൽ ഞാൻ നിങ്ങളെ നേർച്ചാക്കിയിട്ട് ഇരിക്കുകയാണ് കാര്യം. അപ്പൊ അതൊന്നും ഇപ്പൊ നിങ്ങളോട് പറയേണ്ട കാര്യമൊട്ടില്ല. എന്നാലും വന്ന നിലക്ക് 2 കലിമത്ത് പറയണം ഉദ്ദേശിച്ച് എഴുന്നേറ്റുന്നതാണ്. ഞാൻ തന്നെ ഇത് ദീർഘായോ എന്ന് എന്നോട് ലജ്ജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. പെണ്ണുങ്ങളും ആണുങ്ങളും പ്രഥമമായി എന്നെ പ്രതിപട്ടികയിൽ പെടുത്തി ഒറ്റ കാര്യം മാത്രം. നമ്മള് ഇതൊന്നും ജീവിതമല്ല. ഖുർആൻ ഇതൊരു ജീവിതമായിട്ട് കണ്ടിട്ടില്ല. സൂറത്തുൽ മുൽക്ക് തുടങ്ങണേന്റെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുണ്ട്. അല്ലദീ ഖലഖൽ. എന്താ മൗത്തിനെ മുന്തിച്ചത്? എന്താ മൗത്തിനെ മുന്തിച്ചത്? മൗത്തും അതിന് ശേഷമുള്ള ജീവിതം അല്ല കാണുള്ളൂ. ഇത് അയ്യാമുൽ മൗത്താണ്. ഇത് അയ്യാമുൽ ഹയാത്തല്ല, അയ്യാമുൽ മൗത്താണ്. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. നഹ്വ് വെച്ചിട്ട് അർത്ഥം വെച്ച് നോക്കാൻ. ഇന്ന സയ്യിദൻ ലഖായിമുൻ എന്ന് പറഞ്ഞാൽ സയ്യിദിൽ ഖിയാമത്ത് ഉണ്ട് എന്നതിന്റെ മാന. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. മരിച്ചോണ്ടിരിക്കുക മനുഷ്യൻ. അസ്റായിൽ വന്ന് ചെയ്യുന്ന ലാസ്റ്റ് പരിപാടിയാണ്. ഓരോ സെക്കൻഡിലും മരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് അയ്യാമുൽ മൗത്താണ്. അയ്യാമുൽ ഹയാത്ത് അതേ ഖുർആൻ വിലക്കെടുത്തിട്ടുള്ളൂ, പരിഗണിച്ചിട്ടുള്ളൂ. അല്ലദീ ഖലഖൽ മൗത. പടച്ച തമ്പുരാനെ, ആ ഗൗരവം തലേ കയറിയാൽ ഇതിന് കടകവിരുദ്ധമായ മനുഷ്യന് ഇച്ഛയുടെ അലച്ചയിൽ കഴിഞ്ഞുകൂടിയാൽ, ആർത്തികളെ മൂർത്തികളാക്കിയാൽ, ഭൗതിക രംഗത്ത് ഹീറോയും ആത്മീയ രംഗത്ത് സീറോയുമായ,
ഭൗതിക രംഗത്ത് മിടുക്കനും ആത്മീയ രംഗത്ത് മുടക്കുമായ ദുനിയ എന്നത് തന്നെ അതിനായെന്ന അഫ്ലു തഫ്ലീലിന്റെ മുഅന്നസ, അതിന് പല അർത്ഥങ്ങളിൽ ഒരർത്ഥം വളരെ വിരളമായ സ്ഥലമെന്നാണ്. ദുനിയാ അഖല്ലു മിനൽ ഖലീലി വഅശ്ഖുഹാ അദല്ലു മിനൽ ദലീലി. ഇന്നലെ പരിപാടി കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ ഞാനൊരു പാട്ട് കേട്ടിട്ടാ ഉറങ്ങിയത്. പലപ്പോഴും പാതിരാവിൽ പാട്ട് കേൾക്കുന്നവനാ ഞാൻ. മ്യൂസിക് ഇല്ലാത്ത പാട്ടാണ് കേൾക്കുക എന്ന് മാത്രം. ഞാൻ കേട്ടത് മ്യൂസിക് ഇല്ലാത്ത പാട്ടാണ്. വീട്ടിലെ മെത്ത വിരിച്ച് കിടക്കണ കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയെങ്കിൽ കണ്ണീരതും ചേർത്ത് മണ്ണതിനാലോ അടവാക്കും വിടവിനെ വാറിലേ, അടവാക്കും വിടവിനെ വാറിലേ. പരൻ വിരിച്ചുന്ന വീട്ടിൽ ചൊങ്കിൽ നടക്കുന്ന സുജാത്ത് നാമോ കൊണ്ടു നാട്ടിലെ കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലെ, കബറന്ന ഭയങ്കര വീട്ടിലെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, ആ പാട്ടിൽ അടുത്തൊരു വരിയുണ്ട്. അത് കേവലം പാട്ടല്ല, അത് ഹൃദയം കൂട്ടേണ്ട വരികളാ. അള്ളാനെ ഉണർത്തേണ്ട, അള്ളാ എന്ന ചിന്ത ഹൃദയത്തിൽ ഉണർത്തേണ്ട വരികളാ. തസ്കിയത്തിന്റെ വരികളാ, ഭയപ്പെടുത്തുന്ന വരികളാ, ഞെട്ടിത്തെറിക്കുന്ന വരികളാ. ഇഷ്ടജനങ്ങളെ വിട്ടുപിരിഞ്ഞ് കാട്ടിലേറെ പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ, അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് കരയുന്നു. ഉലകത്തിൽ ചണ്ണി എന്നിലാരെന്നേ, ഉലകത്തിൽ ചണ്ണി എന്നിലാരെന്നേ. അല്ലാ അല്ലാ, ബൈക്കിൽ തുമ്പി മാറും പോലെ പാറിപ്പോയിരുന്ന ചെറുപ്പക്കാരനാ. പ്രവാസ ലോകത്ത് പ്രയാസപ്പെട്ട് കുട്ടികൾക്ക് വേണ്ടി അറബിയുടെ ആട്ടും തുപ്പും സഹിച്ചുകൊണ്ട് എല്ലുമുറിയെ പണിയെടുത്ത് ചോരനീരാക്കി അധ്വാനിച്ചിരുന്ന ചെറുപ്പക്കാരനാ. സൈലന്റ് അറ്റാക്ക് കൊണ്ട് മരിച്ചു പോയതാ. ഞാനീ പറയുന്ന കാരണം കൊണ്ട് മരിച്ചുപോയ എണ്ണിയാലൊടുങ്ങാത്ത ചെറുപ്പക്കാർ ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോയി കവറിലെത്തിയവരാ. ഇനി നാളത്തെ അവസ്ഥ എന്താന്ന് പറയാൻ പറ്റൂല. ഇന്നലെ കുറെ ആളുകൾ മരിച്ചു, നമ്മളതിൽ പെട്ടില്ല. ഇന്ന് കുറെ ആളുകൾ മരിച്ചു, നമ്മളതിൽ പെട്ടില്ല. എന്റെ പൊന്നെ, നാളെ മരിക്കാനുള്ളവരിൽ നമ്മൾ പെട്ടതല്ലേ. ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് റഹ്മാനിയ. എന്റെ റൂമിൽ പോയാൽ ഞാൻ ഭർത്താവാ, ഭാര്യന്റെ മുമ്പില് എനിക്ക് മാതാപിതാക്കളില്ല. ഉള്ള കാലത്ത് മാതാപിതാക്കളുടെ മുമ്പിൽ ഞാൻ മകനാണ്. എന്റെ മക്കൾ എന്റെ കൂടെ വന്നിട്ടുണ്ട്. ആയിരിക്കുന്നത് എന്റെ കുഞ്ഞുമോനാ. ആ മോന്റെ മുമ്പിൽ ഞാൻ പിതാവാ. എന്റെ സ്റ്റുഡൻസിന്റെ മുമ്പിൽ ഞാൻ അധ്യാപകനാണ്. ഇതുപോലെയുള്ള ഓരോരോ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുമുണ്ട്, വിശേഷണങ്ങൾ നിങ്ങൾക്കുമുണ്ട്. മോനെ, അത് കാറ്റിന്റെ തമ്മിലാ പൊന്നുമോനെ. ഈ ശ്വാസോച്ഛ്വാസം നടക്കുന്നത് കൊണ്ട് വിളിക്കപ്പെടുന്നതാ. ശ്വാസം അങ്ങ് നിലച്ചാ എന്റെ ഭാര്യക്കും മയ്യിത്താ, ഉമ്മയ്ക്കും മയ്യിത്താ, ഇത്തയ്ക്കും മയ്യിത്താ. ഉറ്റവനും ഉടയവനും കൂട്ടാളികൾക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും ശിഷ്യന്മാർക്കും മക്കൾക്കും സംഘാടകർക്കും സുഹൃത്തുക്കൾക്കും ശ്രോതാക്കൾക്കും മയ്യിത്താ. മയ്യിത്തെന്ന പേരും പേര് ആരുമില്ലാത്ത ആ ഗുഹയില്ലേ. فملي إذا غمرت أو طول قد مضى وملي إذا شدت إلى الرأس لهيتي وخلفي كريمات علي مبكيا وفيهن أمي شقيقي وعطرتي ينادون خلف الناس من لا يجيبه وقد كنت في الدنيا سريع الإجابة
ഇതിന്റെ ഓരോ വരികളും കെട്ടഴിച്ചുകൊണ്ട് അർത്ഥം വെച്ചാൽ സുബി വരെ പറഞ്ഞാലും തീരൂല. അതുകൊണ്ട് ആ വരി ഓർമ്മപ്പെടുത്തുന്ന ഒരു പാട്ട് മാത്രം ഇതിന്റെ സാരാംശമായി കേൾപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാ. 3 കഷ്ണം തുണി ചുറ്റി മുറിയാതെ വിത്തോറും ചൊല്ലി കബറിലേക്കുള്ളൊരു പോക്ക് കൽബിൽ നീ ഓർത്തുന്നു നോക്ക്. തൊട്ടിലാടിയ കുട്ടി പച്ചമണ്ണോട് നീ പിന്നെ യൊട്ടി കുട്ടുകൾ മോന്നോ കെട്ടി പട്ടിലിൽ ഇന്നലെയോമെത്തി. ഒരു ദിനമുണ്ടൊരു യാത്ര തീരമടക്കമില്ലാത്ത യാത്ര. ഈ പാട്ട് ഒരു പക്ഷേ വാത് കേട്ടതിനേക്കാളും നന്നാവും. ഞാൻ ഈ പാട്ട് എൻ്റെ ഒരു വാതിന്റെ സസിൽ പാടിയിട്ട് പിന്നെ ആ നാട്ടിലേക്ക് പ്രസംഗിക്കാൻ അവിടുത്തെ മുദരിസ് എന്നോട് പറഞ്ഞ്, ഇവിടെ ആര് പറഞ്ഞാലും കള്ളുടി മാറ്റാത്ത ഈ പഞ്ചായത്ത് കണ്ട ഏറ്റവും വലിയ കൊടിയുണ്ടായിരുന്നു. നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യത്തെ വാതില് നിങ്ങളൊരു പാട്ടടിച്ചില്ല കെട്ടുകൾ, അത് കേട്ടോടുകൂടി പിന്നെ ഓന അങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ ഓരോരുത്തർക്ക് ഈ പാട്ട് നല്ല സ്വാധീനം ഉണ്ട്. അല്ല കാബുന സുഹേറിനെ കണ്ടോടുത്തേച്ച് കൊല്ലണമെന്ന് പറഞ്ഞു. പാട്ടിന്റെ സ്വാധീനവും കൂടിയാണ്. പാട്ടിന്റെ സ്വാധീനം. അപ്പൊ പാട്ട് പാടാൻ കഴിയുന്ന കുട്ടികൾ പ്രവാചകന്മാരായ പാട്ടാണ്. അല്ലെങ്കിൽ പിന്നെ സലാം ഫൈസിനെ പോലെ അങ്ങോട്ട് പോകാം. അവരൊന്നും പാട്ട് പാടേണ്ട ആവശ്യമില്ല. അവരധരങ്ങളിൽ നിന്ന് അടർന്നു വീടുന്ന എല്ലാ കാലത്തേക്ക് എല്ലാവർക്കും മരുന്നാണെങ്കിൽ മരുന്നാണ്, നാ പൊരുത്താണെങ്കിൽ പൊരുത്താണ്, നാ പാടാണെങ്കിൽ പാടാണ്, നാ താക്കീതാണെങ്കിൽ താക്കീതാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കാൻ. അവരെ കാക്ക അവിടെ ഇരിക്കുന്നുണ്ട്. അവരെ കുറെ ലേഖനങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാം നിയന്ത്രിക്കുന്ന ഞങ്ങളെല്ലാം ഒരു ചരടുകൊണ്ട് ഇങ്ങനെ അടക്കാൻ പറ്റുന്ന ആള് സെൻട്രലിൽ ഇരിക്കുന്നു. ഇവിടെ സൈഡിലൊക്കെ ഒരുപാട് മഹാന്മാരുണ്ട്. ഞാൻ നീട്ടിയിട്ട് ഇനി എന്നെ ഞാൻ കൊച്ചാക്കണില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സാസ് കബൂലാക്കട്ടെ. ഇവിടെ പിരിവിന്റെ കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പിരിവ് വേണ്ടല്ലോ? പിരിവ് വേണോ? സഹായിക്കണം എന്ന് പറഞ്ഞാൽ മതി. കോളേജിനെ സഹായിക്കണം എന്ന് ഞാൻ പറയണ്ട. നിങ്ങളൊക്കെ ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന ഏറ്റവും വലിയ സദഖാദാരങ്ങള് ചാരിറ്റി പ്രവർത്തനം നല്ലതാ. കിഡ്നി രോഗിക്ക് കൊടുക്കലും അറ്റാക്ക് രോഗി കൊടുക്കലും നിർധന കുടുംബത്തെ സഹായിക്കലൊക്കെ നല്ലതാണ്. അതൊന്നും നിർത്തണ്ട. പക്ഷേ അഫ്ളലായ സദഖാദാരോ ഇതിന് കൊടുക്കണതോ, ഇൽമിന് കൊടുക്കണതോ. കാരണം ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് ഇൽമിന് വേണ്ടിയാണ്. ഒരു മനുഷ്യന് കിഡ്നി രോഗമായി അങ്ങനെ മരിച്ചാൽ ഷഹാത്തിന്റെ കൂലിട്ടാൻ സാധ്യതയുണ്ട്. വയറുവേദനയായിട്ട് മരിച്ചാലും ഷഹാത്തിന്റെ കൂലിട്ടും. പക്ഷെ ജഹാലത്തിൽ മരിച്ചാലോ ഷഹാത്തിന്റെ കൂലിട്ടോ. അപ്പൊ ജഹാലത്ത് നീങ്ങാനുള്ള മരുന്ന് ഇൽമാണ്. അതിനു വേണ്ടി സഹായിക്കലാണ് ഏറ്റവും. ഇത് പറയാൻ തന്നെ ഇമാം സുയൂത്തി തങ്ങൾക്കൊരു കിതാബുണ്ട്, ലോകത്ത് ഉത്കൃഷ്ടമായ ധർമ്മം. ബഹുമാനപ്പെട്ട തങ്ങൾ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവരുടെ ദീർഘായുസിൽ നമുക്ക് അല്ലാഹു റഹ്മത്തും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. അവർക്ക് എന്തെങ്കിലും ക്ഷീണ രോഗം ഉണ്ടെങ്കിൽ അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. അവരുടെ കുടുംബത്തിന്, അവരുടെ നേതൃത്വത്തിന്, അവരുടെ സേവനത്തിനൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് ഇത് ഉസ്താദ്, ഇത് സ്ഥാപനം എന്താ? ശരീഅത്ത് കോളേജാണ്. ജാമ്യന്റെ ജൂനിയർ കോളേജ്. അൽഹംദുലില്ലാ. ആ കുട്ടികൾ സനദീർത്ത കുട്ടികളാണ് ഇരിക്കണൊക്കെ. ഇഫ്ളു കോളേജ് ഉണ്ട്. സുബ്ഹാന മൻ ജല്ല. അല്ലാഹ് പറഞ്ഞ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ഹാഫിളീങ്ങളെ പിടിച്ചിട്ടാണ് പറയുന്നത്. ഇല്ല, ഹാഫിൾ എന്ന് പറഞ്ഞാൽ എന്നാ ഇനിയിപ്പോ നമ്മള് സാധാരണ അള്ളഹാനോട് പറയല് പടച്ചോനെ നീന്നാണ്. എന്താ നിങ്ങൾ എന്ന് പറയാത്തത്? അവിടെ ഒരു ഷിർക്കിന്റെ ഒരു വരണ്ടാന്ന് കരുതിയിട്ടാണ് എന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കി. ഉസ്താദ് അങ്ങനെ തന്നെയല്ലേ? വാപ്പാനെ നീന്ന് വിളിക്കൂല, അള്ളഹാനെ നീന്ന് വിളിക്കും ചെയ്യും. അതാണ് വലിയ പ്രശ്നം. ഇനി അത് കേട്ടിട്ട് നാളത്തെ വാതിലെങ്ങനെ ഞാൻ പടച്ചോനെ നിങ്ങൾ നമുക്ക് സ്വർഗം തരണം, കല്ലും മണ്ണും കണ്ട് സ്റ്റേജിലേക്ക് വരും ചെയ്യും. പക്ഷെ അള്ളാഹു തആല ഈ മര്യാദ ഖുർആനിൽ പല സ്ഥലത്തും ഒഴിവാക്കി. അള്ളാഹ്ക്ക് ആ പേടി ഉണ്ടായില്ല. അള്ളാഹ് പറഞ്ഞില്ല ഹാഫിളൂൻ. നമ്മൾ നീ എന്ന് പറയുമ്പോഴുള്ള പേടി അള്ളാഹ്ക്കില്ല. ഇന്നാന്നും പറഞ്ഞ് അവിടെ ഉണ്ട്. നഹനു എന്ന് പറഞ്ഞ് ഇന്നിയ ഇന്നത്തെ അനാന്നൊന്നല്ല തേക്ക് എന്നല്ല. ഇന്ന നഹനു നസ്സൽതു എന്നല്ല നസ്സൽന. പിന്നെയും പിന്നൊരു തേക്കുന്നില്ലാമ. പിന്നെ ഹാഫിളൂന്ന് അള്ളാഹ് പറഞ്ഞത്. എനിക്ക് തോന്നാം അവിടെ ആഫിളീങ്ങളും കൂടി കൂട്ടിപ്പിടിച്ചിക്കണമെന്ന്. കാരണം ഈ ലോകത്തെ എല്ലാ മുസാഫും ജൂതന്മാരാണ് കരിച്ചെന്ന് വിട്ടുക. കാരണം ഇസ്രായേലിലെ ഫലസ്തീനിലെ പാവപ്പെട്ട നിരപരാധികളെ കത്തി ചാമ്പലാക്കണ പേർക്ക് എന്താ ഖുർആൻ?
എല്ലാതാണ് കരിച്ചെന്ന് കൂട്ടുക. എന്നാലും ഈ ആയത്ത് നിത്യ കന്യകയാണ്. കാരണം ഖുർആൻ അള്ളാഹു സംരക്ഷിക്കുന്നത് ലിപികളിലൂടെയും പേജുകളിലൂടെയല്ല, അതൊരു ഭാഗമാണ്. കാരണം അത് പിന്നെ വന്നതാണ്, റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലല്ലോ. ഖുലൂബുൽ ഹുഫാൾ, അപ്പൊ ഹാഫിളീങ്ങളാണ്. വഇന്നാ ലഹു ലഹാഫിളൂൻ, ആ ഹാഫിളീങ്ങളെ പോറ്റുന്ന സ്ഥാപന. മുത്താലിമീങ്ങളെ കാര്യം പിന്നെ പറയണ്ട, അവര് ഈ ലോകത്ത് ഔലിയാക്കൾ അല്ലെങ്കിൽ പിന്നെ ഔലിയാക്കളില്ല, ഔല് നിന്ന ആൾക്കാരേ ഉള്ളൂ. അതിനാണ് ഇപ്പൊ കുറെ ഔലിയാക്കൾ കിട്ടോ. അപ്പൊ അടുത്തൊരാൾ എന്നോട് വന്നുകൊണ്ട് പറഞ്ഞു, ഞാനിപ്പോ കുത്തുബ ഇക്കണ്. ഞാൻ ചോദിച്ചു എവിടുന്നായെന്ന് ചോദിച്ചു, ഏർവാടിന്ന് ആയതാണെന്ന്. അപ്പൊ ഞാൻ മെല്ലെ അങ്ങോട്ട് വന്ന് ചാരി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ മുത്തുപേട്ട അപ്പൊ ഞാൻ അവിടുന്ന് കൗസ് വയ്ക്കണ്, അല്ലെങ്കിൽ ഇപ്പൊ അതല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞേ, നമ്മൾ തമ്മിൽ ഈ കുത്തുബും ഹൗസും ആയത് പുറത്താരോടും പറയണ്ട, കാരണം ഈ ഭർത്താനൊക്കെ നമുക്ക് തിരിയുള്ളൂ. അപ്പൊ അയാൾക്ക് ദേഷ്യം പിടിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കുത്തുബായ എനിക്ക് എന്താ ഹൗസായിക്കൂടെ? അത് ശരി. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, എന്നാ നിങ്ങൾക്ക് എന്തെങ്കിലും കറാമത്തുണ്ടോന്ന് വെച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കുണ്ടോ? നിങ്ങളെ കറാമത്ത് എന്താന്ന് വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നോടിപ്പോ അവിടെയുള്ള മുസാഫൊക്കെ വർത്താനം പറയട്ടെ. അവിടെയുള്ള മുസാഫൊക്കെ മൂപ്പരോട് വർത്താനം പറയണം. സുബ്ഹാന മഞ്ചല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ആരോടും ഉണ്ടണ്ട, അതൊന്നും ആർക്കും തിരിവില്ല, എന്നോടും പറയണ്ട. അപ്പോഴയാൾക്ക് ദേഷ്യം പിടിക്ക. അപ്പൊ നിങ്ങളോട് മുസാഫ് എന്താ, നിങ്ങളോട് മുസാഫ് വർത്താനം പറഞ്ഞ എന്താ എന്നോടും പറഞ്ഞു. അപ്പൊ എന്നോട് മൂപ്പൻ ചോദിച്ചു, ഇന്നപ്പൊ എന്താ നിങ്ങളോട് മുസാഫ് പറയണെന്ന് വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞേ, ഇപ്പൊ എന്റെ റൂമിൽ ഒരു കുതിരണ്ട്, കെട്ട കുതിരയാണ്, അവനെ ചെരുപ്പിട്ട് അടിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടുന്നതാണ് ഇപ്പൊ മുസാഫ് പറയണത്. ഇങ്ങനെ കുറെ ഔത്തും സമ്മതും കുത്തുവൊക്കെയാണ് പറയും. മോതിരത്തിന്റെ എണ്ണം കൂടിയാ പിന്നെ വിലായത്ത് വന്നു. ഒരു വലിയ തോളിലിട്ടാൽ ഓത്തുമായി, ബക്കറ്റ് മുമ്പിൽ എന്നാ പൈസ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ല, അങ്ങനെയല്ല എന്റെ കൂടെ. പിന്നെ ഈ പൈസ ഇട്ട് കൊടുക്കുമ്പോ എത്രയെന്ന് നോക്കാൻ പാടില്ല, അത് തീരെ പാടില്ല. ദീനിന് വേണ്ടി ഇട്ട് കൊടുക്കുമ്പോ കൈ കുടുങ്ങിയത് ഇടുക, അതന്നെ, അതും പോരെ. ശരി അല്ല, എന്റെ അടുത്ത് ഉള്ളതിൽ വലുതിട്ട് കൊടുത്തിട്ട് മുമ്പ് ചിരിച്ചാണ്ട് പിന്നെ മോത്തു പോക്കാണ്. ഏതായാലും ഞാൻ വളരെ ഒരു 5 മിനിറ്റും കൂടി പറഞ്ഞൂടെ? എന്തെങ്കിലും ഉണ്ടാത്തത് ഒരു 5 മിനിറ്റും കൂടി പറഞ്ഞൂടെ? 5 മിനിറ്റും കൂടി പറഞ്ഞൂടെ? എന്നാ 5 മിനിറ്റ് ഞാൻ മധു വരാം. കാരണം ഇവിടെ ഒരു സാമ്പാർ വെപ്പാണ് വെക്കണ ഒരു വിഷയം എനിക്ക് സലാം ഫൈസി ഉസ്താദ് തന്നിട്ടില്ല, ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ അങ്ങനത്തോടത്ത് ഞാൻ പറയാം, അള്ളഹാനോട് പറയാം എന്നെ കൊണ്ട് ആവശ്യമുള്ള പറയിപ്പിക്കണം എന്നറിയാം. ഇവിടെ പറഞ്ഞൊക്കെ ഇവിടെ ആവശ്യമുള്ളതാണോ അല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞതാണ്. 5 മിനിറ്റും കൂടി പറയാം. മുസ്തഫ നബിയെ കുറിച്ച് ഒരു 3 സലാത്തും കൂടി മദീനത്തേക്ക്. സ്വലാത്ത്, ആ വാക്കുകൾ നോക്കി. സ്വലാത്ത് സിലത്ത് എന്ന് വന്നാണ്. സിലത്ത്, സിലത്തുർ റഹീം, സിലത്തുർ റഹീം, അവിടുന്ന് സലാത്ത് വന്നത്. നീ ഇത്ത സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ ചെയ്തു എന്നാ, സൊല്ലത്തു എന്ന് പറഞ്ഞാൽ ഞാൻ സലാത്ത്. ഇതൊക്കെ ബന്ധം നോക്കി നിങ്ങള്, ലഫ്ദ് തമ്മിലുള്ള മുനാസബ നോക്കി നിങ്ങള്. അവിടെ ഒരു 3 സലാത്ത് ഉറക്കാൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. നമുക്ക് ദ്വാരനാൾ സ്വീകരിക്കുന്നതിന് കുറെ ആയത്തും ഹദീസും നിങ്ങൾക്ക് അറിയാം. പക്ഷെ ദ്വാരന അള്ളാഹ് ഉത്തരം നൽകുന്നതിന് എപ്പോഴും ഞാൻ ഓർക്കണ ആയത്തെ ആധാരങ്ങള് വമ്മസായില ഫലാത്തൻഹ. വേറെ ആയത്തെ അറിയാത്തോണ്ടല്ല, ഞാൻ എപ്പോഴും ഓർക്കലതാണ് വമ്മസായില ഫലാത്തൻഹ. ഇത് പടച്ചോൻ പറഞ്ഞാല് ആദ്യം പടച്ചോൻ ആ സ്വഭാവം ഉണ്ടാവൂലേ? നമ്മളോട് അല്ല പറയാ, ചോദിച്ചു വരണവനെ വെറുതാക്കരുത് കേട്ടോ എന്ന്. ഈ പറഞ്ഞ ആള് മാന്യനല്ലേ, കരീമല്ലേ, അക്രമല്ലേ? അപ്പൊ ഈ സ്വഭാവം ഫുൾ പവറിൽ ആരിലുണ്ടാവണം? അള്ളാഹിലുണ്ടാ. അപ്പോഴേ പറയാൻ കഴിയും മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഈ ആയത്ത് മതി. ചിലത് അങ്ങനെയാണ്, നേരിട്ട് അർത്ഥം വേണ്ട, മന്തൂക്ക് വേണ്ട, മഫ്ഹൂമാണ്. മഫ്ഹൂമാണ് വിഷയം. ഈ സലാം ഫൈസി ഉസ്താദ് ചിലപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ അങ്ങനെ കേൾക്കുമ്പോ നേരിട്ട് അർത്ഥം തന്നെ അല്ല അത്, അതായിരുന്നു ആൺകുട്ടികൾ മനസ്സിലാക്കുന്ന ഒരു മഫ്ഹൂമാണ്. അങ്ങനെ വിഷയമുണ്ട്, അത് വേറെ സംഗതിയാണ്. നോക്കൂ, ഒരു മഹാനായ ആരിഫ് മൂസാ നബി അലി ഇസ്ലാമിനോടും ഹാറൂൻ നബിയും കൂടി ഫിർഔന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞു, നല്ല നിലക്ക് പോണം, വഖൂല ലഹു ഖൗലൻ ലയ്യിന എന്ന് പറഞ്ഞു. അതും കണ്ട് അർത്ഥം വെച്ചപ്പോ ഈ മഹാനായ ആരിഫ് അള്ളാന്റെ റഹ്മത്ത് ഓർത്തുകൊണ്ട് പ്രതീക്ഷയിൽ ബോധം കിട്ടുകൊണ്ട്, റജായിന്റെ ഹാല് ബോധം കിട്ടും. എന്താന്നിട്ട് ഒപ്പം പറയണെന്നറിയോ? പടച്ചവനെ അന റബ്ബുക്കുമുൽ അലാ എന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ അഹങ്കാരിയുടെ മുമ്പിലേക്ക് നിന്റെ ഉദ്യോഗസ്ഥന്മാരായ അമ്പിയാക്കളിൽ പ്രമുഖരായ 2 പേർ പറഞ്ഞേക്കുന്ന സമയത്ത് ഖുലാ ലഹു ഖൗലൻ ലയ്യിന എന്ന് നീ പറഞ്ഞെങ്കിലോ ഞാൻ അന റബ്ബുക്കുമുൽ അലാ എന്ന് പറഞ്ഞിരിക്കാറില്ല, ഞാൻ നിനക്ക്
എനിക്ക് വിരുദ്ധമായി കുറെ തെറ്റുകുമ്പാരങ്ങൾ കുന്നുകൂട്ടിയ ആളാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇന്നവരെ ഞാൻ റബ്ബാണെന്ന് പറഞ്ഞിട്ടില്ല, ഖാലിഖാണെന്ന് വാദിച്ചിട്ടില്ല, ദൈവികത്വമുള്ള ആളാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. ഇതൊക്കെ അവകാശപ്പെട്ട ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയുടെ അരികിലേക്ക് പോകുന്ന നിന്റെ ഉദ്യോഗസ്ഥന്മാരോട് മയത്തിൽ ചോദിക്കണമെന്ന് നീ അങ്ങ് പറഞ്ഞാൽ, പാവപ്പെട്ട ഞാൻ ഖബറിൽ കിടക്കുമ്പോ അവിടെ നിന്റെ രണ്ട് ഉദ്യോഗസ്ഥന്മാര് വരുമല്ലോ. അത് മൂസാ നബിയും ഹാറൂൻ നബിയും അല്ലെങ്കിലോ അത് മുൻകറും നക്കീറുമല്ലേ. ഉമ്മ ആ മലക്കുകളെ കുറിച്ച് ഹദീസിൽ കാണുന്നത് മലക്കാനി അസ്ലദാനി യഖ്രിഖാനിൽ അള്ളബി അന്യാബിഹിമാ വശഊറു ലഹുമാ ശഊറുൻ മസ്തൂലാ വസൗതുഹുമാ കറാദുൽ ഖാസിഫ് വനഫതുഹുമാ കറീനിൽ ആസിഫ് വഫീ കുല്ലി മിൻഹുമാ മിഖ്മഉം മിൻ ഹദീദ് ലൗ ലുദിബ ബിഹി അഅലമുൽ ജബലിൽ ലജഅലഹു ദക്കാ നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസിന് ഞാൻ അർത്ഥം വെക്കുന്നില്ല. ആ രണ്ട് മലക്കുകളാകുന്ന ഉദ്യോഗസ്ഥന്മാർ പാവപ്പെട്ട അനറബുക്കുമല്ലാല എന്നൊന്നും വാദിക്കാത്ത ഈ മുദ്രിബായ പാവിയായ ഫഖീറങ്ങാനും ഖബറിൽ പോയി കിടക്കുമ്പോ എന്റെ അമ്പിയാക്കൾ പ്രമുഖരായ രണ്ടുപേരോട് പറഞ്ഞ വഖൂലാലഹു ഖൗലൻ ലയ്യിനാ എന്ന വാക്കൊന്നും മുൻകറിനോടും നക്കീറിനോട് നീ പറയൂല റബ്ബേ, പറയുമെന്ന ശുപാർശ പ്രതീക്ഷയില്ല ഞാനുള്ളതെന്ന് പറഞ്ഞ് അള്ളാന്റെ ഔദാര്യവും കാരുണ്യവും അലിവും അറിവും അള്ളാന്റെ സ്നേഹം ചിന്തിച്ച് ഈ മഹാനങ്ങ് തലകറങ്ങി വീഴുകയാ. അങ്ങനെ ആയിരുന്നു അവരിങ്ങനെ പിടിക്കുകയാണ്. അതാണ് ഒരു മഹാനാ മനുഷ്യൻ റൗളയിൽ പോയിട്ട് കരഞ്ഞു വീണയില് മുത്താദ്യായിട്ട് വരുന്ന എനിക്ക് തോന്നുന്നു, രണ്ടും വരുന്നില്ല. ലാസിം മുത്താദ്യായിട്ടും വരില്ല അല്ലേ? ആക്കിയാൽ മതി, കുലൂബന മഫൂലും ആക്കിയാൽ മതി. പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്നുള്ളതിൽ പറഞ്ഞാണ് ഞാൻ വലിയ വേജാറില, എന്റെ കാര്യത്തിൽ വെപ്രാളത്തില. അപ്പോഴാണ് സൂറത്തുൽ ലുഹ ഞാൻ പാരായണം ചെയ്തത്. ആ സൂറത്തുൽ ലുഹയില് വലസൗഫ യുതീക റബ്ബുക ഫതർലാ എന്ന ആയത്ത് കണ്ടപാടെ എന്റെ പേടി പമ്പ കടന്നു. നബിയേ, എന്നെ പോലെയുള്ള ഒരുപാട് ദോഷികൾ കത്തിക്കാളുന്ന ഭീമത്സകമായ നരകത്തിൽ കിടന്ന് വെന്തുരുന്ന സമയത്ത് അങ്ങേക്ക് തൃപ്തി വരുമോ നബിയേ? ഇല്ലല്ലോ. അതുകൊണ്ട് സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളെ കൊണ്ട് തെറ്റുകുംഭാരങ്ങളിൽ വീണുപോയ എന്നെ പോലെയുള്ളവരെ ശഫാഅത്ത് ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തുമെന്ന് ഈ ആയത്തിലൂടെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞപ്പോ എനിക്ക് സമാധാനമായി തങ്ങളെ ശഫാഅത്തി യഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി. മദീനയിലുള്ള മനോഹരമായ തൂണിന്റെ മുകളിൽ സ്വർണ്ണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരുപാട് ഹദീസുകളില് ഇന്നും വായിക്കാതെ കിടക്കുന്ന ഒരു ഹദീസാണ് ശഫാഅത്തി യഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അതുകൊണ്ട് രക്ഷപ്പെടാൻ ഒറ്റ പ്രതീക്ഷയുള്ളൂ. ആരെങ്കിലും ഹറമിലേക്ക് കയറിയാൽ മൻ ദഖലഹു കാന ആമിന. ആരെങ്കിലും ഹറമിന്റെ ഉള്ളിലേക്ക് കയറിയാൽ അള്ളാന്റെ അദാബിൽ നിന്ന് ഓൻ സുരക്ഷിതനാണ്. ഹറമിന്റെ ഉള്ളിലേക്ക്. ഹറം എന്താ? നമ്മുടെ ഇബാദത്തിന്റെ ഖിബലയാണ്, നമ്മുടെ മഹബത്തിന്റെ ഖിബല. ഹറമല്ല, കാബല്ല. കാരണം കാബ കല്ലാണ്. ഞാൻ ഇതിനെ താഴ്ത്തല്ല. കാബ അഷ്റഫുൽ ഖൽഖല്ല. കാബ അഷ്റഫുൽ ഖൽഖാണോ? അല്ല. കാബം അക്കലും ഫഹമുള്ളല്ല. അവിടുന്ന് ഉണ്ടാവും, ഇവിടുന്ന് നമ്മുടെ കാഴ്ചയിലില്ല. ആന്തരികമായി പോയ കുറെ വിഷയങ്ങളോട് പറയേണ്ടത്. പ്രത്യക്ഷത്തിൽ നമ്മുടെ കാഴ്ചയിലില്ല. അക്കലും ഫഹമും ഹയാത്തൊന്നുമില്ല. ആ സാധനം അതുള്ള ആ ഹറമിലേക്കാണ് കയറിയാൽ അദാബില്ല എന്ന് പറഞ്ഞാൽ, മഹബത്തിന്റെ ഖിബലയായ മുഹമ്മദ് മുസ്തഫാന്റെ ആ ഇഷ്കിന്റെ പാലസ് കാണ്ട് കയറിയാൽ എങ്ങനെ അദാബ് ഉണ്ടാകാം? അതിന് തുറന്നു പറയണം. അതിനല്ലേ ഈ മണ്ടാന്നുള്ള സാധനം അയിമത്തിന് അല്ല കൊടുത്തത്. നമുക്കല്ല അയിമത്തിന് കൊടുത്തിട്ടുണ്ടല്ലോ. അവര് പറഞ്ഞാൽ നമുക്ക് സ്വീകരിച്ചൂടെ? അള്ളാന്റെ ഹർമ കയറിയ അദാബില്ലെങ്കിൽ പടച്ചോന്റെ അഷ്റഫിന്റെ മടിത്തട്ടിക്ക് പോയാൽ എങ്ങനെ പിന്നെ അദാബ് ഉണ്ടാവുക? എന്താണ് ഈ അതിന് അള്ളാഹു ഈസാ നബിനെ മേൽക്കൊണ്ട് ആളുകൾ കൊല്ലാൻ വന്നപ്പോൾ
വാളെടുത്ത് കൊല്ലാൻ വന്നപ്പോ ഈസാ നബിനെ കൊണ്ടായത് മേൽക്ക. അവിടെ ഇഞ്ഞും സ്ഥലം ഉണ്ടല്ലോ. മുത്തു മുസ്തഫാനെ കൊല്ലാൻ വന്നപ്പോ അവിടെ സ്ഥലം ഇല്ലാത്തോണ്ട് ആണ്ടുണ്ടായത്. ആകാശത്ത് ഇനിയും സ്ഥലം ബാക്കിയുണ്ടല്ലോ. എന്തേ അങ്ങോട്ട് കൊണ്ടാഞ്ഞ്? നേരെ മദീനത്ത് കൊണ്ട്. കാരണം എന്താ? അങ്ങോട്ട് കൊണ്ടായി നമ്മളെവിടെ പോയിട്ടാ കരയാ? നമുക്കൊന്ന് പോയി കരയണ്ടേ? അതെവിടെ പോയിട്ട് ആകാശത്ത് നമുക്ക് പോകാൻ പറ്റുമോ? ഇപ്പൊ ഈ പോണ ആൾക്കാരൊക്കെ പേടകേറ്റ് അങ്ങോട്ട് എത്തുവോ? ആകാശം എവിടെ പേര് എവിടെ കിടക്കണത്? എവിടെ പോയിട്ടാ നമ്മളൊന്ന് നേരെ ഹിതാബ് ഇട്ടിട്ടൊന്ന് കരയാ? ദൂരെ ആണെങ്കിലും ഹിതാബ് ഇടുന്നാലൊന്ന് അടുത്ത് പോകുമ്പോഴല്ലേ ആ മനസ്സൊന്ന് ഇളകുള്ളൂ. സുബ്ഹാനല്ലാഹ്. زرمريك المصطفى وازد إقامة به زرتك من زاوية قلبك زلزال زال طه قلبي ملتيت واديا قافما طاب أمضي باب طه താലികല്ലേ താലിത്താൽ മുത്തലേത്തേലെന്നിടും റൗള അതിനെ പാർക്കേ മങ്ങി മുങ്ങാത്തെ മനസ്സൽ മാഹിയോരെ പാക്ക് മഹാതാഴ്വരയത്തിലേക്ക് ഞാൻ ഭ്രമത്തിലായി നബി തിരുപ്പാഹാവിൻ ചാറ് നാലകത്തിലായി തല്ലിമീങ്ങളെ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഇത് ഉമറുൽ ഖാഹിരിയുടെ കവിതയാണെങ്കിൽ വെളിയങ്കോട് എന്ന ഗ്രാമത്തിന് ലോകതലത്തിൽ അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിച്ച മിസ്കിനെ വിതരണം ചെയ്ത ആത്മാവിന്റെ ദീപശിഖയായ സല്ലല്ലാഹുവിന്റെ രചയിതാവായ ഉമറുൽ ഖാഹിരി ഉമറുൽ ഖാലി റഹിമഹുല്ലാഹ് റൗലയിൽ പോയി പാടിയത് മറ്റൊരു രൂപത്തിലാ. ഇത് ജേത്ത് തൈബത റൗമ സൗറത്തി ഖബരിഹി فهناك كنت أشم ريان شره رميت مدهوسا لهيبة قدره حبا അതിന്റെ മലയാളം ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടാക്കും. ഉമർഖാലിന്റെ പേരക്കുട്ടി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വല്യപ്പാന്റെ സ്വല്ലല്ലാഹ് ഒന്ന് മലയാളത്തിലാക്കി തരണം. ആ കൊറോണ കാലത്ത് അപ്പോൾ ഒഴിവുണ്ടായിരുന്നല്ലോ. ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു 700 കുടുംബം ഉണ്ടായിരുന്നു. അവർക്ക് മുഴുവനും രണ്ട് കൊല്ലത്തോളം ഇത് ദർസ് എടുത്തി. അപ്പൊ ഞാൻ അതിന്റെ മലയാളം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോഴല്ലേ, കാരണം ഈ ബൈത്ത് ഉണ്ടാക്കുമ്പോൾ ചില നിയമമുണ്ട്. ആദ്യപ്രാസം, മധ്യപ്രാസം, അന്ത്യപ്രാസം. ഇതില്ലെങ്കിൽ ആ പണിക്കരുത്, അതില്ലെങ്കിൽ ആ പണിക്കരുത്. 17 ബുഹൂറുണ്ട്, അതിൽ ഒന്നിനോട് ഒക്കണം അറബിയാണെങ്കിൽ, അപ്പഴേ ബെയ്ത്താവുള്ളൂ. ഇത് അങ്ങനാണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് ബെയ്ത്ത് നോമനെ പേരിട്ടിട്ട് അവാർഡ് വാങ്ങാൻ കാത്തുക്കുക. ആൺകുട്ടികൾ 17 ഇട്ട് തൂക്കൂലേ? സുബ്ഹാനല്ലാഹ്. മലയാളം അങ്ങനെ തന്നെ. കവിത എന്നൊക്കെ പറയണമെങ്കിൽ പ്രാസം ഉണ്ടാവണം. ആദ്യം, മദ്യം, അന്ത്യം. ഉമർ എല്ലാ കവിത എടുത്ത് പരിശോധിച്ചു. അൽഫിയെന്നെ നോക്കി, എന്താ അതിന്റെ ഒക്കെ മനോഹാരിത. കുറച്ചാണ്ട് കഴിഞ്ഞ കാണില്ല. അല്ല അങ്ങനെ ഉണ്ടല്ലോ. അതുണ്ട്. والله يقضي بهبات وفرا لواله في درجات الآخرة. എന്താണ് അതിന്റെ സൗന്ദര്യം നിറങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഇബ്നു മൂത്തിന്റെ അൽഫിനേക്കാൾ എന്ന് പറഞ്ഞപ്പോ കുറച്ച് കടുത്തു പോയെന്ന് തോന്നി. അപ്പൊ അതിന് തൗബായി അടുത്ത കവിത, അതിലും പ്രാസം. സുബ്ഹാനല്ലാഹ്. നാളെ ഒരു പാട്ട് കേട്ടു നബിദിനത്തിന് പ്രസംഗിക്കായപ്പോഴേ മുട്ടിരിച്ചാടും. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിച്ചെങ്കിൽ നാളെ സുബർഗത്തിൽ കടക്കാന്ന് പറഞ്ഞ. ഞാൻ പറഞ്ഞ അത് മലയാളത്തിൽ പറഞ്ഞ പോലെ അതിനിങ്ങനെ അടിക്കണോ? അത് കവിത, അത് മലയാളത്തിൽ വർത്താനം പറഞ്ഞ പോരെ. അപ്പൊ ഇത് ഭയങ്കര പ്രയാസ. ഇത് കസ്തൂരിയാം ഭൂമേനി മണ്ണിൽ വന്നു ഞാൻ, കനകാമണിയാം പരിമളം നുകർന്നു ഞാൻ, പവിത്രത ഓർമ്മയിൽ വീതുമ്പിനാൽ പാപത്തിലായി താളർന്ന് ബോധം കെട്ടു ഞാൻ. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ രണ്ടെണ്ണം ഞാൻ സത്യം ഞാൻ അങ്ങനെ പറയാറില്ല. സനദ് വാങ്ങിയ മുത്തലിമിങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്, വേറെ ഒന്നിനും പറഞ്ഞല്ല. കവിതകളൊക്കെ പരിശോധിക്കുക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. കുറെ കാര്യങ്ങൾ ഇവരിന്നൊക്കെ പഠിച്ചിട്ട് ഇനി ഇറങ്ങിയിട്ടില്ലെങ്കിൽ സമുദായത്തിനിടയിൽ പൊട്ടിപ്പോകും. പ്രബോധനത്തിന്റെ രീതി മാറിയിട്ടുണ്ട്.
നമ്മള് പ്രസംഗിക്കാൻ പോയാൽ നമ്മള് മയ്യത്തും മുങ്കർനിക്കീർ കുറെ സാഹസിലുണ്ടാവും. പ്രഭാഷകൻ മയ്യത്താണ്, ചോദിക്കാൻ ഒരു പണിയില്ലല്ലോ, അങ്ങനെ ചോദിച്ചു കൊടുത്താൽ പോരെ. അപ്പൊ മറ്റാളെ സഹായം ഉണ്ടാവും. ആരെ? ഇബ്ലീസിന് അറിയാത്ത ശരീഅത്തും തരീഖത്തും ഹഖീഖത്തും മാരിഫത്തൊന്നും ഇല്ലല്ലോ. ഓന്റെ ഇൽമ 80,000 കൊല്ലം മലക്കൊക്കെ ദർശനം അഭിപ്രായം. എത്ര കൊല്ലം? ഞാൻ ഇപ്പൊ 40 കൊല്ലം സദറായ ഖിദ്മത്ത് ചെയ്ത ഒരാളെ അനുസ്മരണ പ്രഭാഷണം നടത്തിയിട്ട് ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് വിടും. 40 കൊല്ലം. അപ്പോഴേക്ക് ഭയങ്കര അത്ഭുതമാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ദർജ ഉയർത്തി കൊടുക്കട്ടെ. 80,000 കൊല്ലം മലക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളെ മൊബൈൽ തോണ്ടുന്ന ആൾക്കാരല്ല. ഇപ്പൊ ലമീറൊക്കെ മടങ്ങണേ പള്ളിക്കാട്ടുകാണ്. നിങ്ങളെ കുറിച്ചല്ല, പൊതുവേ ദർശന്റെ ഒക്കെ അവസ്ഥ വരെയാണ്. ആ ഇൽമിനുള്ള ആ ലദ്ദത്തുണ്ടല്ല, ഷൗക്ക് പലയിടത്തും പോയി. ഈ സാധനം ഇറങ്ങിയോട് കൂടി നിങ്ങൾ രാത്രി മുസാഫ് എടുത്ത് നോക്കാൻ, ഇന്ന് രാത്രി 12 മണിക്ക് അപ്പ ഉറങ്ങും. ഞാൻ മൊബൈൽ എടുത്ത് നോക്കാൻ സുബേരെ ഉറങ്ങും. ഒറ്റ ഇരിപ്പായി. ഇത്ര ലഹരിയാണ് ഇത്. ലഹരി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നമ്മുടെ ശ്രദ്ധയും മുഖവും മാറ്റം പറ്റാതെ ലയിക്കണ സാധനത്തിനാണ് ലഹരി എന്ന് പറയാം. 2 ലഹരി എന്നുള്ളത്, ഒന്ന് പൊടി, മറ്റൊന്നത്. 2 ലഹരി. നിങ്ങൾ ആരെങ്കിലും ഈ സദസ്സിൽ ഒരാഴ്ച മൊബൈൽ എനിക്ക് വിട്ടുതരുമോ? ലഹരിയാണോ അല്ലോ എന്ന് പരിശോധിച്ച് നോക്കാം. ഓരോരുത്തരും മൊബൈൽ ഏരി അടുത്ത ആഴ്ച ഞാൻ കൊടുന്നേരാം. എന്റേത് ഞാൻ ഒരു കൊല്ലം നിങ്ങൾക്ക് തരാം. ഡയറി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആളുകൾ വിളിക്കേണ്ട ഡേറ്റൊക്കെ ഏറ്റെടുക്കുക. എനിക്കൊരു പ്രശ്നമല്ല. അതോ ഇത് പറയാൻ എനിക്ക് അർഹതയുണ്ട്. അർഹത ഉള്ളതല്ലോ പറയാം. ഇത് നിങ്ങൾക്ക് പറയാൻ അർഹതയുണ്ട്. എന്റെ മൊബൈൽ നിങ്ങൾ വാങ്ങണം, ഡയറിയും ശ്രദ്ധിക്കണം. ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് എനിക്കിത് ലഹരിയല്ല. എന്നാ അത് തിരിച്ചൊന്നും ഇങ്ങോട്ട് തരുമോ? നാളെ മാനസിക രോഗം വരും. ഐക്കലുമേ മാറൂല, നൂലുമേലും മാറൂല. കാരണം ഈ ഫിരീത്ത് അങ്ങോട്ട് കയറിയതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതിന്ന് എന്നാ പിന്തിരിണ അന്നല്ലാതെ നിസ്കാരം പോലും മർമ്മത്ത് കൊള്ളൂല. ഇപ്പോ നിസ്കാരത്തിൽ ഏറ്റവും വലിയ സുന്നത്ത് എന്താ? മൊബൈൽ പുറത്തു വെക്കാം. അള്ളാഹു അക്ബർ അയക്ക് നോക്കാം. റിങ് വന്നാ ഞാൻ ഒരു ദിവസം ഒരാളിങ്ങനെ പാളി വെക്കണുണ്ട്. ആരാ വിളിച്ചുകൊണ്ടെന്നാ നോക്കാം. ഒരു യാത്രക്കിടയിൽ ഒരു പള്ളിയിൽ കയറിയപ്പോഴും നിങ്ങളോട് പറയണം പറ്റുമോ? ഇത് ലൈവായി പോണ്ടില്ലേ? അയാൾ കേട്ട ഞാൻ പേര് പറഞ്ഞില്ലല്ലോ. എന്റെ അടുത്തൊരു ചെങ്ങായി നിസ്കരിക്കട്ടോ. അപ്പൊ സുജൂദിലാണ് ഇയാൾക്ക് റിങ് വന്നത്. അപ്പൊ അയാള് ആരും അറിയാതെ മൊബൈൽ എടുത്തിട്ട് പറയാ, ഞാൻ ഇപ്പൊ നിസ്കരിക്കണേ ജി പിന്നെ വിളിക്കുക. നിസ്കാരത്തിന്റെ ഇടയിൽ തീർത്തിട്ട് ഞാൻ ഇപ്പൊ നിസ്കരിക്കുകയാണ് ജി പിന്നെ വിളിക്കുക. കാരണം ശ്രദ്ധ അങ്ങടുത്ത് നിസ്കാരമൊക്കെ ഇബ്ലീസ് കട്ടുണ്ടല്ലേ. ഇപ്പൊ ഈ ബാഹ്യമായ പ്രവർത്തനമല്ലേ ഉള്ളൂ. റൂഹ് പോയല്ലോ. അഖിമിസ്സലാന്ന പറഞ്ഞേ, സൊല്ലിന്നല്ല. സൊല്ലി എന്ന് പറഞ്ഞാൽ ലഫ്ള് എത്ര കുറഞ്ഞ ആശയം കിട്ടിയല്ലോ. നിക്കരിക്കുന്നുള്ളതിന് സൊല്ലി എന്ന് പറഞ്ഞാൽ പോലെ. സൊല്ലിലിരിക്കരി എന്ന് പറഞ്ഞ അർത്ഥം കിട്ടൂലേ? അഖിമിസ്സലാ ഫായിലും മഫൂലും ഒക്കെ ഇതാ പറഞ്ഞു. അഖിമിസ്സലാ ഈ കാമത്ത് ഉക്കൈമു എന്ന് പറയില്ല എപ്പോഴാ? അല്ലെങ്കിൽ അക്കോമു. ഉക്കൈമു അല്ലെങ്കിൽ അക്കോമു ഇതൊക്കെ പറയില്ല എപ്പോഴാ? എനിക്ക് റൂഹ് ഉണ്ടാവും. അപ്പൊ അഖിമിസ്സലാ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് റൂഹ് കൊടുത്തിട്ട് പണിയെടുക്കുന്നതിന്റെ അർത്ഥം അതന്നെയാണ്. ഫസ്വല്ലി ലിറബ്ബിക എന്ന് തന്നെയാണ് അർത്ഥം. ഫസ്വല്ലി ലിറബ്ബിക, ഫസ്വല്ലി ലിറബ്ബിക. അതിന് വൻഹർ എന്ന് പറഞ്ഞാൽ, എൻഹർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് തടസ്സായ ഒരു അബ്രഹത്ത് നമ്മളെ കൂടെ ഉണ്ട്. അബ്രഹത്തിന്റെ ആന നമ്മളെ കൂടെ ഉണ്ട്. അതിനാണ്ട് ആദ്യം പോത്തിനെല്ലാം ഇറക്കണ്ടേ? നമ്മളെ തന്നെ ഇറക്കേണ്ടത്. മൂത്തു ഖബല അൻ തമൂതു വഹാസിബു ഖബല അൻ തുഹാസബു മുഹമ്മദ് മുസ്തഫ. ആദ്യം ഇറക്കണ്ടേ നമ്മളെ, എന്നിട്ട് ഉദയത്തിന് പോത്തിനെ അറുത്തിട്ട് ആദ്യം പോത്തിനെ ഇറക്കണം. നമ്മളെ ഇറക്കണമെന്ന്. അതാണ് നമ്മളിൽ ഒരു നമ്മളുണ്ട്. ഇപ്പൊ ഞാൻ ഈ പ്രസംഗത്തിൽ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു അതിന് ശരിയല്ല. ഇപ്പൊ സലാം വൈസ് എനിക്ക് ഇങ്ങനെ മാർക്കറ്റ് ഉണ്ടാവും. ഞാൻ ഈ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ശൈലി ശരിയല്ല. അത് ഞാൻ പറഞ്ഞത് മുത്താലിമികളെ കണ്ടുകൊണ്ട് നിർബന്ധം ഞാൻ പറയേണ്ട സ്ഥലത്ത് പറയണം. ഇപ്പൊ ഞാനിപ്പോ സംസ്കരിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ നീയത്തെ കണ്ടേ? ഇഷ എന്ന് പറഞ്ഞ നമസ്കാരം, പിന്നെ എന്റെ ഡ്രൈവർ നാളെ അങ്ങനെ ഞാൻ പറയണല്ലോ. അവിടെ ഉസലി എന്നുള്ളത് ഞാൻ നടത്തണ്ടല്ലോ. അപ്പൊ ഞാൻ എന്നുള്ള ആ ഭാഷക്കല്ല പ്രശ്നം, അത് പറയുന്ന നീയത്തിനാണ്. പ്രശ്നം. പക്ഷേ സംഗതി എന്താരങ്ങള് വിഷയത്തിനൊന്നും ടേസ്റ്റ് കിട്ടണില്ല. അബൂയലി ഇസ്ലാമി ദർശെടുത്തുമ്പോ ഒരു വലിയ ആള് ഭയങ്കര തലകെട്ടും അതും ഇതും ഒക്കെ ആയിട്ട് ആളുകളുടെ ഇടയിൽ പ്രശസ്തന് ബഹുമാന പാത്രാണ്. ഇയാൾ ഒരുപാട് തെർബിയത്തിന്റെ ക്യാമ്പിൽ വന്നു. അവസാനം അബൂൽ ഇസ്ലാമിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഈ ദർസ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ആഴങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞിട്ട് ലഹരി ഒന്നും എനിക്ക് കിട്ടില്ല. അത് ശരി, അതിനപ്പൊ നിങ്ങൾ വന്നിക്കണേ. അതിനിങ്ങനെ ഒന്നും പോരാ. അത് വേറെ ലോകം, ഞാൻ പറയാൻ ഉദ്ദേശിച്ചല്ല. എങ്ങനെ പോരാ. എന്തേന്ന് വെച്ചാൽ ആദ്യം തലകെട്ട് ഊരുന്നുണ്ട്. ആരോടും മുണ്ടേ ടങ്ങൾ ഊരാനൊന്നും നിൽക്കണ്ട. ഞാൻ ഊരിയത് അതുകൊണ്ടല്ല, വേർത്തിട്ടാണ്.
ഞാൻ ഊരാൻ നിൽക്കേണ്ടതും ഇത്തിബാ ഉള്ളതല്ല, പക്ഷെ നമുക്കിതിൽ മെസ്സേജ് ഉണ്ട്. തലയെ കെട്ട് ഓർന്നു. എന്നിട്ട് ഞാനൊരു ടവൽ തരും, അത് തലമ കെട്ടും. പിന്നെ രണ്ടാമത് നിങ്ങൾ ആ കോട്ടുണ്ടല്ലോ ഒന്ന് അയച്ചേക്കണം, നിങ്ങൾ അയച്ചേക്കണ്ടേ, ഒന്ന് അയച്ചേക്കണം. പിന്നെ ദർസൊന്നും ഒഴിവാക്കണം, വാലിന് ഞാൻ തീരെ പോകാൻ പാടില്ല. അപ്പൊ ഇയാളിങ്ങനെ ഇതൊക്കെ ഇതുമൊത്ത് മുടക്കലാൽ ലഹരിയല്ലെങ്കിൽ ആവശ്യം ഞാൻ പറഞ്ഞ പണിയെടുക്കണം. എന്നിട്ട് ഞാനൊരു ചൂല് തരും, കോരാനൊരു മുറം തരും. തിരിയണ ഭാഷയിൽ പറഞ്ഞാണ്. അതുകൊണ്ട് ഈ നാടിന്റെ ഒരു സ്ഥലം ഞാൻ കാണിച്ചു. അവിടെ ജനങ്ങളെ കുറെ മലം കെടുക്കുന്നുണ്ട്, മൂത്രമൊക്കെ കഴുകി വൃത്തിയാക്കുക. ഈ മലൊക്കെ ചൂലോണ്ട് തൊടാതെ കൈകൊണ്ട് വാരുക. എന്നിട്ട് ഞാൻ എന്റെ അപ്പൊ തന്നെ അയ്യെന്ന് പറയണ്ടല്ലോ അവിടെ, അതന്നെ പ്രശ്നേ. എന്നിട്ട് ഞാൻ പറഞ്ഞ സ്ഥലത്തോണ്ടിട്ട് ഒഴിവാക്കുക. ഇത് 2 ആഴ്ച നടത്തിയിട്ട് ഇങ്ങോട്ട് വരും, ഞാൻ ലഹരി കിട്ടുന്ന. അപ്പോ ഇയാള് ഈ പ്രഭാഷകണ്ടല്ലോ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, ഇപ്പ പറഞ്ഞ ശിർക്കാണെന്ന്. ശിർക്കോ സുബ്ഹാനല്ലാഹ് എന്ന് പറയല്ലോ. അപ്പൊ നിങ്ങളാ പറഞ്ഞ ശിർക്കോ? ഇസ്ലാം എന്ന് പുറത്തു പോണ ശിർക്ക് എന്നുള്ള അർത്ഥത്തിനല്ല. സുബ്ഹാനല്ലാഹ് എന്നുള്ളത് അള്ളാനെ വലുതാക്കാനുള്ളതാണ്. അപ്പൊ നിങ്ങളെ വലുതാക്കാനാണ് ഉപയോഗിച്ചത്. ഞാൻ ഈ പണിയൊക്കെ കൂടിയാണ് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞെന്താ എന്നോടിതോ. അപ്പൊ ഇവിടെ മുസബ്ബഹാണതും മുഖദ്ദസാണതും അക്ബർ ആണതും അല്ലല്ല, നിങ്ങളാണ്. അള്ളാനെ മുസബ്ബഹാക്കാൻ തന്ന ഒരു വസ്തു കൊണ്ട് നിങ്ങളെ മുസബ്ബഹാക്കാണ് ചെയ്തത്. അത് ശരിയല്ല, അതിന് ഇസ്തിഗ്ഫാർ ചെയ്യണം. അങ്ങനത്തെ ഒരെടുത്ത് പോയാലും പരിപാടി ഇതാണ്. അത് നമ്മളിപ്പോ അങ്ങോട്ട് കയറണ്ട, നമ്മൾ ഹൈറുൽ ഉമൂരി ഔസത്വേ നമുക്ക് പറ്റുക. ഇബ്രാഹിം അതിന്റെ കഥ കേട്ടിട്ട് നമ്മളൊന്നും ദർശനം നിർത്താൻ നിൽക്കണ്ട, ഒന്നും ശരിയല്ല. ശരിയല്ല, അത് ആ ലോകത്ത് ആ നിലയിൽ വ്യാഖ്യാനിക്കണം. ഇപ്പൊ കുറച്ച് അങ്ങനത്തെ പ്രസംഗം ഉണ്ട്, അതുകൊണ്ട് പറയാം. മുത്താലിമിങ്ങളെ വസ്വാസാലിമാൻ ദർശനത്തിൽ കാട്ടുകോടിയിലെ ഇവ എല്ലാരും കൂടി കാട്ടുകോട്, അതിനേക്കാളും സ്പീഡിൽ കണ്ട് ഇറങ്ങേണ്ടി വരും. പതാണ്ടാല് അതൊക്കെ ആ മർമ്മത്തിൽ ശരിയാണ്. മർമ്മം തെറ്റിയ അത് ഉൽമാണ്. ഒക്കെ ഫീ വൈരി മൗലിയെ പറയാം, ഫീ വൈരി മൗലിയെ പറയരുത്, അത് ഉൽമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൊക്കെ ഒരു മെസ്സേജ് ഉണ്ട് എന്നല്ല ശരിയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നന്നാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ഇത്രേ ഇരുന്ന് നിങ്ങളെ ഒരു തവാളു കൊണ്ടും സബർ കൊണ്ടാണ്. എന്റെ പ്രസംഗത്തിന്റെ ചൊറുക്കൊണ്ടൊന്നല്ല, അത് എനിക്കറിയാം, എനിക്ക് അങ്ങനെ ഒരു ചൊറുക്കം ഇല്ലേനു. അപ്പൊ ഏതായാലും ഇനി നിങ്ങളുടെ ക്ഷമ ഞാൻ പരിശോധിക്കുന്നില്ല. അള്ളാഹു നമ്മൾ വന്നതും പറഞ്ഞൊക്കെ കബൂലാക്കട്ടെ. പിന്നെ ഇവിടെ പിരിവൊന്നും എല്ലാം നടന്നിട്ടുണ്ടാവില്ല. ഇവിടെ നല്ല ഈ നാടിന്റെ യശസ് ഉയർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, ജാമിയന്റെ ജൂനിയർ കോളേജാണ്. ജാമിയന്റെ ജൂനിയർ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ ആളുകൾ കൊണ്ട് ഒഴുകുകയാണ്. ജാമ്യക്കുള്ള ഒരു അംഗീകാരം. ഇനി വേറെ ഒന്നും പറയാം, ജാമിയന്റെ ജൂനിയർ എന്നാ പോകാന്നായി ഇപ്പൊ ആൾക്കാർ. ആ സ്ഥാപനത്തിന് അള്ള കൊടുത്ത വർക്കത്താണ്. ഞാൻ ഈ സലാം വൈസ്ഥാനെ കുറിച്ച് ഒരാളോട് പറഞ്ഞ എന്താ, നിങ്ങള് ജാമിയയിലെ അഖീദ ഡിപ്പാർട്ട്മെന്റിന്റെ തലവനാണ് എന്ന് രാവിലെ ഒരാളോട്. അപ്പൊ അങ്ങോട്ട് കേട്ട ആളുകൾക്കൊരു ഞെട്ടലാണ്. ആ സ്ഥാപനത്തിലാവുക, അതിന് ഇന്ന ഭാഗം കൈകാര്യം ചെയ്യുക. ജാമിയ അത് നമ്മളൊരു സ്വകാര്യ സ്വത്താണ്, നമ്മുടെ സ്വകാര്യ സ്വത്താണ്, നമ്മുടെ ഒരു അഭിരുചിയാണ്, ആനന്ദമാണ്, നമ്മുടെ അഭിമാനമാണ്. അതിന്റെ ജൂനിയർ കോളേജാണ്. ഇതൊക്കെ അവിടെ പഠിച്ച് പണ്ഡിതന്മാരായവരാണ്. ഹിഫ്ള് വേറെ നടക്കുന്നുണ്ട്. ഈ ലോകത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ സ്വതക്ക ഇൽമിന്റെ മേഖലയിൽ കൊടുക്കുന്ന സ്വതക്കയാണ്. ഇത് ആരും പറഞ്ഞല്ല, ഇനി പേടിക്കണ്ട. സമ്പത്തിൽ നിന്ന് ഒരു അശേഷം സ്വതക്ക കുറക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെ കുറയാൻ വേറെ കാര്യങ്ങൾ ഉണ്ടാവും. അതങ്ങനെ അർത്ഥം വെക്കുന്നോട്ട് പയച്ചിട്ടാണ് ഈ പ്രശ്നമൊക്കെ. നാളെ ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞേ, അസ്വതക്കത്ത് റദ്ദുൽ ബലായ, സ്വതക്ക കൊടുത്താൽ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ തട്ടിപ്പോന്നൊക്കെ പറഞ്ഞ് ഒരാളായ്മ അടിച്ചു കയറിയിട്ട് ഒരു എത്തിങ്ങാനൊക്കെ കുറെ പൈസ ആണ് തന്നു. എന്റെ ഓർമ്മ ചെയ്ത് കുറേ ഒന്നുമില്ല, അയാളതിൽ ഒരു 25,000 എന്തൊക്കെ തന്നിട്ടുള്ളൂ. അങ്ങനെ അയാള് ഭയങ്കര പ്രതീക്ഷയിലൊക്കെ തിരിച്ചു പോയപ്പോ പകൽ സമയത്തൊരു പ്രഭാഷണമായിരുന്നു. അയാള് ഭാര്യ വീട്ടിലിങ്ങനെ അയില മുറിക്കാണ്, തെങ്ങിന്റെ തടത്തിൽ നിന്നിട്ട് അയില ഇങ്ങനെ വെട്ടുകയെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, അടുത്ത കാലത്തൊന്നും നമുക്ക് ബലാ പരീക്ഷണം ഒന്നും ഉണ്ടാവില്ല. പിന്നെ റഹ്മാൻ ഒരു ഹദീസൊക്കെ പറഞ്ഞാണ്ട് പിരിവ് വെച്ചപ്പോ ഞാൻ 25,000 കൊടുത്തിക്കണ്, ധൈര്യമായിട്ട് മുറിച്ചോ, കത്തിയൊന്നും കൈമ തട്ടില്ല എന്ന് പറഞ്ഞാണ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് തെങ്ങുമെന്നൊരു തേങ്ങ വീണിട്ട് ഇയാളെ എടുക്കാണ്ട് വീണിട്ട് ഇവിടെ എല്ലാം ഓടുന്നു. ആശുപത്രി പോയി കിടന്നിട്ട് കാക്ക എനിക്ക് വിളിച്ചു, ഇനി ഇയാതി ബുഡൂസൊന്നും ആരോടും പറയരുത്. ഞാൻ ചോദിച്ചു എന്തേന്ന് വെച്ച്, നിങ്ങളൊരു അസ്വദക്കത്ത് റദ്ദുൽ ബലായിന്റെ വർത്താനം പറഞ്ഞില്ലേ, അതിനെ ഞാൻ 25,000 തന്നെ. അത് കഴിഞ്ഞ് പോയപ്പോഴാണ് തേങ്ങ വീണിട്ടിപ്പോ തോളലിൽ പൊട്ടിയിട്ട് ഇപ്പൊ ആശുപത്രിയിലാണ് കിടക്കുന്നത്. ഇനി മേലാൽ ഹദീസ് ഉദ്ധരിക്കരുത്.
ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് അർത്ഥം വെച്ചുകൊടുത്ത് വെച്ചാണ് എന്തിയാന്ന് വെച്ച് ഞാൻ പറഞ്ഞു ആ തേങ്ങ റബ്ബ് കലാക്കിയിരുന്നത് നിങ്ങൾ നിർന്തലിക്കാണ്. മനസ്സിലായി നിങ്ങൾക്ക്? റബ്ബ് കലാ രണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇതുകൊണ്ട് മാറുന്നുണ്ട്. അത് അവിടെ പിടിച്ചിട്ടാ പറഞ്ഞത്. ഇനി മറ്റോടത്ത് കയറണ്ട, അത് വേറെ ചർച്ചയാണ്. റബ്ബ് കലാക്കിയത് നിങ്ങൾ നിർന്തലിക്കാം. അത് അങ്ങോട്ട് വീണിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ ആശുപത്രിയിലും ഉണ്ടാവില്ല, ഇവിടെ ഉണ്ടാകുക ഖബറിലാണ്. അപ്പൊ അല്ല എന്ത് ചെയ്ത് ആ വലിയ ബലാവ് കുറച്ചിങ്ങോട്ട് തെറ്റിയിട്ട് തോളുമൊക്കെ ആക്കി തന്നു. പക്ഷെ നിങ്ങൾ 50,000 കൊടുക്കണമെങ്കിൽ അവിടുന്ന് അപ്പുറത്ത് പോയി അവിടുന്ന് നിങ്ങൾ എത്തിയതുമില്ല. അല്ല, അത് ഒരു 50,000 ആക്കുകയാണെങ്കിൽ തോളുമെന്ന് അപ്പുറത്തേക്ക് പോയി അവിടേക്ക് നിങ്ങൾ എത്തിയതുമില്ല. ഇതിനെ ഏതായാലും സംഗതി ശരിയാക്കണപ്പോ മുപ്പരന്നെ ഇതന്നെയാണ് ഉസ്താദ്മാരോട് വർത്താനം പറയാൻ പറ്റൂല എന്ന് പറയാം. അങ്ങനെയല്ല, അർത്ഥം വെക്കേണ്ടത് വെക്കുമ്പോഴാണ് വെച്ച ഒരു പ്രശ്നമില്ലാന്ന് നമ്മക്ക് തോന്നിയ വെക്കുമ്പോഴല്ല യുക്തിവാദികളാകുന്നത്. ഹദീസിന് സുനൻ ഇങ്ങനെ വായിക്കലിയാക്കത്ത്, എന്നിട്ട് മൂപ്പർ ഇങ്ങനെ പുറത്തു. എങ്ങനെ ഉണ്ടാവും? മദ്രസയിലെ മര്യാദക്ക് പഠിക്കാത്ത ആൾക്കാർ സുനന് വായിച്ച എങ്ങനെ ഉണ്ടാവും? സുനന് മാല വായിച്ചാൽ തന്നെ വെച്ചുകൊണ്ട് എന്ത് ചെയ്താലും എന്റെ മേലത് പ്രദർശിപ്പിക്കപ്പെടുന്നതാ. നിങ്ങൾ ചെയ്യുന്ന നന്മ കണ്ടാൽ ഞാൻ അല്ലാഹുവിന്റെ സ്തുതികീർത്തനം നൽകുമേ. നന്മയ്ക്ക് വിരുദ്ധമായത് കണ്ടാൽ പാപമോചനം തേടുമേ എന്ന് പറഞ്ഞ നബിയനാ മുഹമ്മദ് മുസ്തഫ. എന്റെ പൊന്നെ, നമ്മുടെ കൂട്ടാളികൾ നമുക്കെതിരാകും. നമ്മുടെ വാപ്പ നമ്മുടേതല്ലാതെയായി മാറുന്നതാ. നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് കിഡ്നി നൽകാൻ വാപ്പ തയ്യാറാ, നമുക്ക് ഹാർട്ട് നൽകാൻ ഉമ്മ തയ്യാറാ, നമുക്ക് ലിവർ നൽകാൻ പെങ്ങൾ തയ്യാറാ, നമുക്ക് രക്തം നൽകാൻ മക്കൾ തയ്യാറാ, നമുക്ക് കണ്ണ് നൽകാൻ ഭാര്യ തയ്യാറാ. എന്നാൽ അവിടെ നമ്മുടെ അമലുകൾ മീസാനിൽ വെച്ച് തൂക്കുമ്പോ ഒരു സുജൂദിന്റെ കമ്മി കൊണ്ട് കത്തിക്കാളുന്ന നരകത്തിലേക്കുള്ള ചവറായി നിന്ന് മാറ്റപ്പെടുമ്പോ ഇവിടെ വെച്ചുകൊണ്ട് ലിവർ മുറിച്ചു തരാൻ തയ്യാറായ വാപ്പയില്ലേ, കിഡ്നി തരാൻ തയ്യാറായ ഉമ്മയില്ലേ, കണ്ണു തരാൻ തയ്യാറായ പെങ്ങളില്ലേ, രക്തം തരാൻ തയ്യാറായ ഭാര്യയില്ലേ. അവരെ കണ്ടുകൊണ്ട് ഈ കുടുങ്ങിയ മനുഷ്യൻ ചോദിക്കുകയാ, പാപ്പാ നിങ്ങളെ റമദാനിലെ തറാവീഹ് 30 തരണ്ട, ഒരു ദിവസത്തെ 20 റക്അത്ത് തരണ്ട, നിങ്ങൾ ഖത്മ തീർത്തത് തരണ്ട, പക്ഷേ നിങ്ങൾ പള്ളിയിൽ വെച്ച് ചൊല്ലിയ 10 സലാത്തില് ഒരു സലാത്ത് എനിക്ക് വിട്ടുതരുമോ, ഒരു സുജൂദ് എനിക്ക് വിട്ടുതരുമോ? അതൊന്ന് കത്തിൽ വെച്ച് കനം കൂട്ടിയിട്ട് രക്ഷപ്പെടാനാ ബാപ്പാ എന്ന് പറയുന്ന സമയത്ത് വാപ്പാ വാപ്പ തയ്യാറല്ല, ഉമ്മ തയ്യാറല്ല, ഉറ്റവര് കെട്ടിയവള് കുട്ടികള് തയ്യാറല്ല, ഒക്കെ നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് ഭയവിഹുലരായി പരക്കം പായുമ്പോ അതായോമ ഇതിന് സ്നേഹിതന്മാർ പരസ്പരം ശത്രുക്കളാ. ഇനി നമ്മുടെ അവയവങ്ങളോ നമ്മുടേതാണെന്ന് കരുതിയിരുന്ന കൈകള് നമുക്കെതിരെ സാക്ഷി പറയുകയാ, സംസാരിക്കുകയാ, കാലുകൾ സാക്ഷി പറയുകയാ. നമ്മുടെ ഉമ്മ നമ്മുടേതല്ലാതായി, വാപ്പ നമ്മുടെ എതിരാളിയായി, സ്നേഹിതന്മാർ നമ്മുടെ വൈരാഗികളായി, അനുരാഗികളൊക്കെ വൈരാഗികളായി. മോനെ, എന്നിട്ട് നിന്നെ ഊരക്ക് ചങ്ങലയിട്ടുകൊണ്ട് ഖസബാനിയാക്കളായ മലക്കുകള് നരകത്തിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകുമ്പോ നരകത്തിന്റെ വക്കിലെത്താൻ സമയത്ത് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഓടിക്കതച്ച് വന്നുകൊണ്ട് മലക്കുകളുടെ കയ്യിൽ നിന്ന് അത് ആഹ്വദിക്കും വിഭജിപ്പോ നിങ്ങളെ ഊര പിടിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുന്ന നേതാവ് ഞാനാണെന്ന് മുഹമ്മദ് മുസ്തഫ. നരകത്തിലേക്ക് താഴ്ത്തപ്പെടുന്ന, വീഴ്ത്തപ്പെടുന്ന, വലിച്ചെറിയപ്പെടുന്ന കാരൻവീസുകളില്ലേ, അവരിൽ പലരെയും ഊര പിടിച്ച് മലക്കുകളിൽ നിന്നും വലിച്ച് തിരിച്ചെടുക്കുകയാ. മലക്കുകളോട് ചോദിക്കുന്നു, ഇവനെ എങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുപോകുന്നത്? മലക്കുകൾ പറയുന്നു, നരകത്തിലേക്ക് എറിയാനോ? അപ്പോൾ പറയും, ഇവൻ എന്റെ ആളാ, ഇവൻ സലാത്തിന്റെ ആളാ, ഇവൻ മദ്ഹിന്റെ ആളാ. മനുഷ്യനെന്ന ചാപ്പല്യത്തിന് വിധേയൻ
മനുഷ്യനായി. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, പക്ഷെ അവൻ സ്വലാത്ത് ചൊല്ലി ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് മലക്കുകൾ പറയും, എന്റെ മീസാനിൽ അമല് തൂക്കിയപ്പോൾ തിന്മ കനം കൂടി പൊട്ടിപ്പോയ ആളാണ് എന്ന് പറയുമ്പോഴും തർക്കിച്ചുകൊണ്ട് വിടാതെ പിടിച്ചു വെക്കുകയാ. ഞാനൊന്ന് മീസാനിൽ കൊണ്ടുപോയി രണ്ടാമത് തൂക്കട്ടെ എന്ന് പറഞ്ഞ് അമലുകൾ തൂക്കുന്ന സമയത്ത് അല്ലാ അല്ലാ ഇവന്റെ തിന്മയുടെ തട്ടങ്ങ് താഴുമ്പോ ഓടിക്കതച്ച് വന്ന മനുഷ്യനതാ ഒരു വിത്താക പുറത്തെടുക്കുകയാ, ഒരു കാർഡ് പുറത്തെടുക്കുകയാ. ആ കാർഡ് പുറത്തെടുത്തുകൊണ്ട് ഇവന്റെ നന്മകൾ തൂക്കിയ തട്ടിലേക്ക് ആ കാർഡ് അങ്ങ് വെക്കുമ്പോ നന്മയുടെ തട്ടങ്ങ് കരം കൊണ്ട് താഴുമ്പോ സ്വർഗത്തിലേക്ക് മാറ്റപ്പെട്ട സ്വർഗത്തിന്റെ വക്കിലെത്തിയിട്ട് അവിടെയുള്ള ആവിയും പുകയോ കൊണ്ടുകൊണ്ട് മുഖം തന്നെ കരിവാളിച്ചു പോകുന്ന ഭീകരമായ അവസ്ഥയിൽ പെട്ടുപോയി രക്ഷപ്പെടുത്തിയിട്ട് രണ്ടാമത് മീസാനിൽ തൂക്കിയിട്ട് സ്വർഗത്തിന്റെ അവകാശിയായ സമയത്ത് രക്ഷപ്പെടുത്താൻ ഓടിക്കതച്ച് വന്ന ഈ സുമുഖനായ മനുഷ്യനോട് നരകത്തിലേക്ക് പോകേണ്ട ചവർ സ്വർഗത്തിലേക്ക് പോകാൻ മാറ്റപ്പെടുന്ന സമയത്ത് സന്തോഷാദിക്കുന്നുണ്ട് പുഞ്ചിരിച്ച് കെട്ടിപ്പിടിച്ച് ചോദിക്കുകയാ, വാപ്പ തിരിഞ്ഞു നോക്കാത്ത സമയമാ, ഉമ്മ അവഗണിക്കുന്ന സമയമാ, കൂട്ടുകാര് ശത്രുക്കളായ സമയമാ, സ്വന്തം ശരീരം പ്രതികൂലമായി സാക്ഷി നിന്ന അപകടമോ, ആ സമയത്തോടിക്ക വെച്ച് വന്നൊരു കാതുമായി എന്നെ രക്ഷപ്പെടുത്തിയ നിങ്ങളാരാ? ഈ സദസ്സിൽ നിന്ന് പിരിയുന്ന പെങ്ങളെ നെഞ്ചത്ത് തറക്കണേ ഈ വർത്തമാനം. ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ചെറുപ്പക്കാരാ, പുറത്തടത്തിൽ രേഖപ്പെടുത്തണേ ഈ വർത്തമാനം. ഇത് പാവപ്പെട്ട മുതഅല്ലിമിന്റെ വെടുവായുത്തമല്ല, നബുവത്തിന്റെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീണതാണ്. ആ സമയത്ത് പറയുന്നു, എന്നെ നീ അറിയില്ല മോനെ, അത് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫാരിഖൈനി മിൻ ഉർബിൻ വമിൻ നജമി. ഈ മുത്തുനബിക്കെതിരെ വർത്തമാനം പറയുന്ന എല്ലാ വൈരാഗികളെയും അനുരാഗികളാക്കാൻ അതിന്റെ മഹബത്തിലൂടെ പത്രം പഠിച്ചുകൊണ്ട് പ്രധാനപ്പെട്ടത് സുന്നത്ത് അനുധാവനം ചെയ്യലാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിന്റെ മർമ്മം പഠിക്കലാ, ജീവിതം സുന്നത്തായി പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കലാ. ചലിക്കുന്ന ബുഖാരികൾ അവലാ, ചലിക്കുന്ന സഹീഹ് മുസ്ലിം ആകണേ. മുസ്തഫ നബി ചലിക്കുന്ന ഖുർആനാണ്. ഇവർ മുതഹരിക്കായ കിതാബുണ്ട്, മുതഹരിക്കല്ലാത്ത കിതാബുണ്ട്. വൈറു മുതഹരിക്കായ കിതാബ് മോനെ 4 എണ്ണമേ ഉള്ളൂ. എന്നാൽ മുതഹരിക്കായ കിതാബ് 1,24,000 ഉണ്ട്. കാരണം ചലിക്കുന്ന സംസാരിക്കുന്ന കിതാബുകളാണ് ലോകത്തിന് ആവശ്യമുള്ളത്. അല്ലാത്ത കിതാബുകളും വേണോ? അത് കാലഘട്ടത്തിന്റെ ഖിദ്മത്താ, അത് ഏറ്റവും വലിയ സേവനമാ. അത് ചെയ്ത മഹാന്മാരാ നമ്മുടെ കൽബിൽ ജീവിച്ചിരിക്കുന്ന അഇമ്മത്ത്. അല്ലാ അല്ലാ, എന്നാൽ നമ്മൾ തന്നെയും ചലിക്കുന്ന കിതാബുകളാകണേ, സംസാരിക്കുന്ന കിതാബുകളാകണേ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ.